ബ്രഹ്മസൂത്രം ഒന്നാം അധ്യായം ഉപോദ്ഘാത ഭാഷ്യത്തിന്റെ 8ാമത്തെ പേജ് 3ാമത്തെ പങ്ക്തി. ഭാഷ്യത്തിലെ അധ്യാസത്തിന്റെ കാര്യത്തിൽ പൂർവപക്ഷിയുടെ അഭിപ്രായം. കണക്കിന് പൂർവപക്ഷി അല്ലെങ്കിൽ സിദ്ധാന്തം തന്നെയാ പറയുന്നത്, ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഇനി പറയും തഥാപി എന്ന് തുടങ്ങുന്നത് കൊണ്ട് യദ്യപി എന്ന് കൂട്ടിച്ചേർത്തോളം എന്ന് പറയും. യദ്യപി വരാൻ പാടില്ലായിരുന്നു യോഗ്യതയില്ലാത്തത് കൊണ്ട്. തഥാപി എന്നിരുന്നാലും അജ്ഞാനം നിമിത്തമായിട്ട് ഇവിടെ ഇങ്ങനത്തെ ഒരു ലോക വ്യവഹാരം കാണുന്നുണ്ട്. നനു ആത്മനോ നിർഗുണത്വേ തദ്ധർമാണമപി ഇത് ഭാഷ്യം കഥം. നിങ്ങൾ എന്താ പറയുന്നത്? ഇവിടെ പരസ്പര അധ്യാസം നടത്താൻ പറ്റത്തില്ല. എന്തുകൊണ്ടാ? വിശുദ്ധനായിരിക്കുന്ന ചേതനനും ജഡമായിരിക്കുന്ന യുഷ്മദാർത്ഥവും തമ്മിൽ പരസ്പര യോഗ്യത ഇല്ലാത്തത് കൊണ്ട് താദാത്മ്യം വരത്തില്ല. നിങ്ങളുടെ സിദ്ധാന്തത്തിൽ എന്താണ്? ആത്മാ നിത്യശുദ്ധനാണല്ലോ, അത് വെച്ചിട്ടല്ല ഇപ്പം പൂർവപക്ഷി പറഞ്ഞത്. അല്ലെങ്കിൽ സ്വന്തം അവതരിപ്പിക്കുമ്പോൾ പോലും അധ്യാസം നടക്കാൻ പാടില്ലായിരുന്നു വിശദീകരിച്ചു കൊടുക്കുകയാണ്. ശരിയാണ്, നടക്കാൻ പാടില്ല, ആർക്കും അറിയാത്തത്. ഇത് വെച്ചിട്ടായിരിക്കണം എന്ത് കാണേണ്ടത്? പലപ്പോഴും നിങ്ങളുടെ എന്ന് പറഞ്ഞാല് മലയാളിയുടെ മാത്രമല്ല ഒരുവിധ ആൾക്കാരുടെ ഒരു സംഖ്യയാണിത്. ആദ്യം കിട്ടുന്നതല്ലേ ഇത് ബ്രഹ്മവിജ്ഞാനം. അങ്ങനെ ബ്രഹ്മവിജ്ഞാനം എന്ന് പറഞ്ഞാൽ ലോകവിജ്ഞാനത്തെയാണ് ബ്രഹ്മവിജ്ഞാനമായിട്ട് ഒരുവിധം കാലത്തോളം കാണത്തുള്ളൂ. ജന്മത്തിന് കാരണം കർമ്മം, കർമ്മത്തിന് കാരണം ജന്മം. ഇത് ആദ്യം ജന്മമാണോ കർമ്മമാണോ ഉണ്ടായത്? അപ്പട്ടക്കടന്ന് വരതാണ്. ഇതിന്റെ മുന്നോട്ടേക്ക് പരിപാടി ഒന്നുമില്ല. എന്റെ മക്കളെ, ഇത് പറഞ്ഞു പോകുന്നത് ഇത് മൊത്തം ജഗത്തിൽപ്പെട്ടതാണ്. അജ്ഞാനം നിലനിൽക്കുന്നവനെ സംബന്ധിച്ചാണ് ജഗത്തിന്റെ നിരൂപണം നടക്കുന്നത്. ജ്ഞാനെ സംബന്ധിച്ച് വൈദിക വിധി പോലും സ്വാർത്ഥകമല്ല. അപ്പൊ എന്താണ് സ്ഥിതി? ഇവിടെ കർമ്മമില്ലായിരുന്നു, ജന്മമില്ലായിരുന്നു. ഇതാണ് വാസ്തവം. ഇത് മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയാണ് കർമ്മമുണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. അല്ലാതെ കർമ്മം ഉണ്ടെന്നുള്ളത് ഞങ്ങളുടെ സിദ്ധാന്തമേ അല്ല. ആ സ്ഥിതിക്ക് ഇവിടെയും പാരമാർത്ഥികമായിട്ട് ബ്രഹ്മം നിർധർമ്മകനാണ്. നിർധർമ്മകനായിരിക്കുന്ന ബ്രഹ്മ ഒരിക്കലും ജഡവസ്തുവായിട്ട് താദാത്മ്യം പ്രാപിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ നിങ്ങൾ എങ്ങനെയാണ് തദ്ധർമാണാം എന്ന് ഭാഷ്യത്തിൽ പറഞ്ഞു കളഞ്ഞത്? ഭാഷ്യത്തിൽ പറഞ്ഞിട്ടില്ലേ, ധർമ്മികൾ തമ്മിലോ ധർമ്മത്തിന് ധർമ്മിയായിട്ടോ അധ്യാസം പാടില്ലായിരുന്നു. നിർധർമ്മകനായിരിക്കുന്ന ബ്രഹ്മത്തിന്റെ ഏത് ധർമ്മമാണ് അനാത്മാവിൽ അധ്യസിക്കാൻ പോകുന്നത്? അല്ലേ? നിങ്ങൾ ഈ പ്രസംഗം തുടങ്ങുമ്പോഴേക്കും ഇനി സംസാരിക്കുന്നത് പഞ്ചപാതിക പങ്ക്തിയൊക്കെ ആയിരിക്കും. ഒറ്റ പോക്കാവ്. നനു ആത്മനോ നിർഗുണത്തെ, ആത്മാ നിർഗുണമാണെന്നിരിക്കെ തദ്ധർമാണമപി സുതരാം ഇതരേതര ഭാവ അനുഭൂതി എന്ന് ഭാഷത്തിൽ പറഞ്ഞു. അതെങ്ങനെ സംഭവിക്കും? അപ്പോൾ സിദ്ധാന്തിയുടെ അഭിപ്രായം പറഞ്ഞു കൊടുക്കുകയാണ്. ഉച്ചതേ. ഇനി നോക്കൂ, എന്തൊക്കെയാണ് നിങ്ങളുടെ ജ്ഞാനസ്ഥലത്ത്? ഇത് പ്രക്രിയയാണ്. ബുദ്ധിവൃത്തി അഭിവ്യക്തം ചൈതന്യം, ജ്ഞാനം വിഷയ അഭേദന അഭിവ്യക്തം സ്ഫുരണം. ഇത് രണ്ടും ആദ്യം കണ്ടോ? ഒരു ജ്ഞാനം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്കിനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വൃത്തി മാനിക്കുന്നത് എന്തിനാന്നുള്ളൊരു പ്രസംഗം തന്നെ കയറി വരും. അഭേദാഭിവ്യക്താർത്ഥാവ, ഉപരാഗാർത്ഥാവ, ആവരണനാശാർത്ഥാവ, വൃത്തിരിതി. 3 പക്ഷം അവിടെ കൊണ്ടുവെക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? ഇതെന്തുകൊണ്ടാ പ്രസംഗം? എവിടെയാണ് വിഷയങ്ങൾ അധ്യസ്ഥമായത്? എവിടെയാണോ അധ്യസ്ഥം അവൻ വിഷയത്തെ പ്രകാശിപ്പിക്കേണ്ടതാണ്. അവിടെ തന്നെ ജഗതധിഷ്ഠാനം ചേതനാണെങ്കിൽ പോലും അത് ജീവചൈതന്യമാണോ ബ്രഹ്മചൈതന്യമാണോ? ഇങ്ങനെ ഒരു വിഷയം വെച്ചിട്ട് നമ്മളിത് അധ്യസ്ഥത്തിൽ കഴിഞ്ഞതാണ്. ഓക്കെ. ഇങ്ങനെ നിങ്ങൾക്ക് വിഷയപ്രകാശം എവിടെയാണോ അധ്യസ്ഥം ആവൃത ചൈതന്യത്തിലായിരിക്കും വിഷയ അധ്യസ്ഥം. പക്ഷെ ആവൃത ചൈതന്യനല്ല വിഷയത്തെ പ്രകാശിപ്പിക്കുന്നത്. വൃത്തി വരുമ്പോൾ ആവരണം നഷ്ടപ്പെട്ട് കിട്ടുമ്പോൾ അനാവൃതമായി ചൈതന്യം, ആ അനാവൃത ചൈതന്യമാണ് വിഷയത്തെ പ്രകാശിപ്പിക്കുന്നത്. അപ്പോൾ ഘടാകാര വൃത്തി ഉത്പന്നമാകുന്ന സമയത്ത് ഇവിടുത്തെ പ്രക്രിയ തെറ്റാണ്. പക്ഷെ പഠിച്ചോ, അതായത് വിഷയദേശത്തേക്ക് പോയിരിക്കുന്ന ചാക്ഷുഷ വൃത്തി വിഷയനിഷ്ഠ ആവരണത്തെ നശിപ്പിക്കും. അന്നപ്പോൾ വിഷയദേശത്തിലേക്ക് പോകുന്നത് ആരാ? അന്ധകരണത്തിന്റെ വൃത്തിയാണ്. അപ്പൊ അന്ധകരണാവച്ഛന ചൈതന്യത്തെ പ്രമാദ എന്നും
അന്ധക്കരണ വൃത്തി അവച്ചന ചൈതന്യത്തെ പ്രമാണമെന്നും പ്രമാണവൃത്തി എന്ന് പറയും. ഈ പ്രമാണവൃത്തി പല സ്ഥലത്തും ഈ പ്രമാണവൃത്തിക്ക് അർത്ഥവ്യത്യാസമുണ്ട്. ഇവിടെ ഇപ്പോൾ പ്രമാണവൃത്തി ഉദ്ദേശിച്ചത് അന്ധക്കരണത്തിൽ നിന്ന് നിർഗമിക്കുകയും വിഷയദേശത്ത് തൊട്ടടുത്തെത്തി വിഷയാകാരത്തിൽ പരിണമിക്കാത്ത വൃത്തിയാണ് പ്രമാണവൃത്തി. വിഷയാകാരത്തിൽ പരിണമിച്ച വൃത്തിയെ പ്രമാവൃത്തി എന്ന് പറയും. ആ പ്രമാവൃത്തി ഉത്പന്നമായി കഴിഞ്ഞാൽ എന്ത് പറ്റി? വിഷയനിഷ്ഠ ആവരണം നഷ്ടപ്പെടും. വിഷയനിഷ്ഠ ആവരണം നഷ്ടപ്പെട്ടുകൊണ്ട് ആ വൃത്തിയിലെ അഭിവ്യക്തമായിരിക്കുന്ന ചൈതന്യവും വിഷയത്തിന്റെ അധിഷ്ഠാന ചൈതന്യവും ചേർന്ന് ഒന്നായി മാറിക്കൊണ്ട് ആ വിഷയത്തെ പ്രകാശിപ്പിക്കും. അപ്പൊ വിഷയത്തെ പ്രകാശിപ്പിക്കുന്ന സമയത്ത് ശരിക്കും പ്രകാശിച്ചത് ചൈതന്യമാണ്. തത്തത് വിഷയാപച്ചന്റെ ചൈതന്യമാണ് വൃത്തി അഭിവ്യക്ത ചൈതന്യമായിട്ട് ഏകത്വം പ്രാപിച്ചും കൊണ്ട് പ്രകാശിച്ചത്. ആ സമയത്ത് കൂടെ ഇരുന്ന വിഷയവും പ്രകാശിച്ചു എന്ന് മാത്രം. ഓക്കെ, പ്രകാശം സംഭവിക്കുന്ന സമയത്ത് അവച്ഛേദകത്വം എവിടെ ഇരിക്കും? വിഷയത്തിലിരിക്കും. അവച്ഛേദകത്വന് ഘടാതി വിഷയപ്രകാശം എന്നാണ് സിദ്ധാന്തം. അതിൽ കുറച്ച് ഭാഗം മാത്രമേ എവിടെയുള്ളൂ. ബുദ്ധിവൃത്തി, ബുദ്ധിയല്ല, ബുദ്ധിയുടെ വൃത്തി. ബുദ്ധി അവച്ചന ചൈതന്യത്തെ എന്ത് പറയും? പ്രമാദം എന്ന് പറയും. ബുദ്ധിവൃത്തി അവച്ചന ചൈതന്യമാണ് പ്രമാണം. അഭിവ്യക്ത ചൈതന്യം ജ്ഞാനം ഒരൊറ്റയടിക്ക് എടുത്തുള്ളൂ. ഇത് പ്രമാണം ചൈതന്യമെന്നും പ്രമാത്മക ചൈതന്യമെന്നും രണ്ടാക്കാതെ ഒരൊറ്റ എന്ന് എടുക്കുന്നു. ഇതിനെ ഇനി രണ്ടാക്കാം. അതുകൊണ്ട് ആദ്യം രണ്ടാക്കി ഇങ്ങോട്ട് പറഞ്ഞു. ഇനി ഈ വൃത്തി വിഷയദേശത്തെത്തി കഴിഞ്ഞാൽ വിഷയനിഷ്ഠ ആവരണത്തെ ആര് നഷ്ടപ്പെടുത്തും? വൃത്തി നഷ്ടപ്പെടുത്തും. ചൈതന്യയുക്തനായിരിക്കുന്ന വൃത്തി വിഷയനിഷ്ഠ ആവരണത്തെ നഷ്ടപ്പെടുത്തും. അതിനുശേഷം എന്താണ്? ഇതിനെയാണ് നമ്മൾ വൃത്തിവ്യാപ്തി എന്ന് ചുരുക്കി പറഞ്ഞാൽ. ഇതിനെ വിശദീകരിച്ചത് വേറൊരു ദിവസം. അപ്പോൾ വിഷയനിഷ്ഠ ആവരണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും വിഷയത്തിന് സ്വന്തം നിലയ്ക്ക് പ്രകാശിക്കാൻ പറ്റത്തില്ല. കാരണം ജഡമാണ്. അതുകൊണ്ട് വൃത്തിയിൽ അഭിവ്യക്തമായിരിക്കുന്ന ഒരു ചൈതന്യമുണ്ട്. അതിനെയാണ് ഫലം എന്ന് പറയുന്നത്. അത് വിഷയത്തെ പ്രകാശിപ്പിക്കുന്നു എന്നുള്ളതാണ് ഫലവ്യാപ്തി എന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ ഒന്നും ഡീറ്റെയിൽ ചെയ്യാനുള്ളൂ, സംഭവത്തിലുള്ളൂ. അന്നപ്പോൾ വിഷയ അഭേദേന, വിഷയമായിട്ട് അഭേദം ആർക്ക്? ചൈതന്യത്തിന്. ഏത് ചൈതന്യത്തിന്? വിഷയാവചന ചൈതന്യവുമായിട്ട് അഭിന്നമായിരിക്കുന്ന വൃത്തിയാവചന ചൈതന്യം. വാസ്തവത്തില് വിഷയാവചന ചൈതന്യത്തിന് അഭിന്നമായിരിക്കുന്ന വൃത്തിയാവചന ചൈതന്യത്തിന് അഭിന്നമായിരിക്കുന്ന പ്രമാത്രാവചന ചൈതന്യം ഉണ്ട് ഇവിടെ. ഇതിനെ പറയും ഏകലോലീഭാവം എന്ന് പറയും. വിഷയ അഭേദന അഭിവ്യക്തമായിരിക്കുന്ന ചൈതന്യം കൂടി ചേർത്തുകൂടാ. അതാണ് സ്ഫുരണം. വിഷയസ്ഫുരണം എന്ന വിഷയഭാനം എന്നാണ് ഉദ്ദേശിച്ചത്. ഈ രണ്ട് ഒരേ ഭാഗത്ത് വരും. അടുത്തത് ഇതുമായിട്ട് ബന്ധമില്ലാത്തതാണ്. ശുഭകർമ്മജന്യ വൃത്തി അഭിവ്യക്തം ആനന്ദ. ആനന്ദ അതായത് സത്യജ്ഞാനം അനന്തം, ആനന്ദം ബ്രഹ്മേതി വിചാരിയ എന്നിങ്ങനെയുള്ള ശ്രുതികളിലൂടെ സത്യജ്ഞാനം ആനന്ദമില്ല. അതവിടെ അനന്തം എന്നുണ്ട്. ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ എന്നുള്ള സ്ഥലത്തൊക്കെ ആനന്ദ സ്വരൂപമാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ജീവന് കിട്ടുന്ന ആനന്ദം ഏതാ? ഇതിനെ വിഷയാനന്ദം എന്ന് പറയും. ഈ വിഷയാനന്ദത്തിന്റെ സ്വരൂപം എന്താ? വിഷയത്തെ കിട്ടിക്കഴിഞ്ഞാൽ അതുവരെ വിഷയത്തെ ഗ്രഹിക്കാനായിട്ട് വ്യഗ്രമായിരുന്ന ചിത്തം ശാന്തമാകുമ്പോൾ ശാന്തമായിരിക്കുന്ന ചിത്തത്തിലെ വൃത്തി അഭിവ്യക്ത ചൈതന്യമാണ് ആനന്ദം. അതാണ് ആനന്ദാകാര വൃത്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്ക്, ശുഭകർമ്മജന്യ, ശുഭകർമ്മം കൊണ്ട് എന്തുണ്ടാവും? ആനന്ദം ഉണ്ടാവും. അശുഭകർമ്മം കൊണ്ടോ ദുഃഖം ഉണ്ടാവും. അപ്പം ശുഭകർമ്മജന്യ വൃത്തിയുണ്ട്. ഏത് വൃത്തിയാ? ആനന്ദവൃത്തി തന്നെയാണ്. ആനന്ദം വൃത്തിയാകാരത്തിലാണ് ഇവിടെ. തത് അഭിവ്യക്ത ചൈതന്യമാണ് എന്ത്? നമ്മൾക്ക് ആനന്ദമായിട്ട് അനുഭവപ്പെടുന്നത്. മനസ്സിലായോ? ഘടാകാര വൃത്തി വേറെ, വൃത്തി അഭിവ്യക്ത ചൈതന്യം വേറെ. ഇവിടെ അതേപോലെ ആനന്ദാകാര വൃത്തി അഭിവ്യക്ത ചൈതന്യത്തെയാണ് നമ്മൾ ആനന്ദം എന്ന് പറയുന്നത്. ഇതാണ് എന്ത്? തസ്യ മാത്രം അന്യാനി ഭൂതാനി ഉപജീവന്തേ എന്ന് പറയുന്ന സ്ഥലത്തെ അന്യജീവന്മാർ ഉപഭോഗം നടത്തുന്ന ആനന്ദമാണ് ഈ സാധനം. ഇത്യവം വൃത്തി ഉപാധീകൃത ഭേദാത്, വൃത്തിയായിരിക്കുന്ന ഉപാധിയുടെ ഭേദം കൊണ്ട് ജ്ഞാനാദീനാം ആത്മാ, പങ്ക്തി കറക്റ്റ് ചെയ്തോ, ജ്ഞാനാദീനാം ആത്മധർമ്മത്വ വ്യപദേശ. ജ്ഞാനം, ആനന്ദം ഇതൊക്കെ ആത്മാവിന്റെ ധർമ്മമായിട്ട് വ്യപദേശം ഒരു ശബ്ദപ്രയോഗം നടത്താറുണ്ട്. വ്യവഹാരത്തിൽ നമ്മൾ ജ്ഞാന ആനന്ദാദികളെ ധർമ്മമായിട്ട് സ്വീകരിക്കാറുണ്ട്, സ്വരൂപമായിട്ട് പോലും. തദുക്തം ടീക്കായാം. ടീക്ക ഉദ്ദേശിച്ചത്
പഞ്ചപാതികയുടെ ടീക്ക വിവരണത്തിൽ എന്നർത്ഥം. പ്രകാശാത്മീയതയുടെ വിവരണത്തിലെ പങ്ക്തിയാണ് ആനന്ദോ വിഷയാനുഭവോ നിത്യത്വം ചേതി സന്ധിധർമാഹ അപ്രദക്തി ചൈതന്യ പ്രദക്തിവ ഉപാസത്തെ. ഇതൊക്കെ അണ്ടർലൈൻ ചെയ്ത് പഠിച്ചു. ഇത് നിങ്ങളുടെ ഹയർ ടെക്സ്റ്റിൽ പല സ്ഥലത്തും കയറി ഒരു സാധനം. അദ്വൈതത്തിൽ പഠിച്ച ആൾക്കാർക്ക് ഇത് പലവട്ടം കാണാം. അതായത് നമ്മുടെ സാമാന്യ വേദാന്തം പോകുന്നവരതൊന്നും കൊണ്ടുവരാറില്ല. കാരണം ഇതെല്ലാം ഹയർ ടെക്സ്റ്റിലെ വിഷയമാണ്. ഇത് ചിന്തിക്കുന്ന പാറ്റേൺ തന്നെ വ്യത്യാസം. അതുകൊണ്ടാണ് ന്യായം വേണം എന്ന് പറയുന്നത്. ചിലർ പറയും നിങ്ങൾ ഹതാശനാക്കുന്നു, പോയി പഠിക്കരുത്, എല്ലാവരും പിടിച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ന്യായമില്ലാതെ പല കാര്യം മനസ്സിലാകത്തില്ല. ഇല്ല ഞങ്ങൾക്ക് ന്യായം വേണ്ട. അങ്ങനെയുണ്ട്, പല ഇതുണ്ട്. ന്യായം പഠിപ്പിക്കാൻ ആചാര്യൻ അറിയത്തില്ല എങ്കിൽ ആചാര്യൻ ആദ്യം പറയുന്നതാണോ, ബുദ്ധി കസർത്തോണ്ടൊന്നും കാര്യമില്ല, നമ്മൾ നേരെ വാ നേരെ പോ ടീമാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളുടെ ഗുരു തലയിൽ കൈവച്ചാൽ തന്നെ ഞാനുണ്ടാവാറുണ്ട്. നേരാണ് പ്രമാണത്തിന്റെ പിറകെ പോകും. അങ്ങനെയുള്ള പല സാധനങ്ങളും എന്ത് ചെയ്യാൻ പറയാണ്. ആനന്ദ വിഷയാനുഭവ. വിഷയാനുഭവം എന്താണ്? ഘടാകാരാദി വിഷയങ്ങളുടെ അനുഭവമാണ്. അപ്പം കണ്ടോ, ആനന്ദത്തെയും നമ്മൾ വിഷയാനുഭവത്തെ ഇവിടെ എടുത്ത് പറഞ്ഞു വിശദീകരിച്ച് ഇതിന്റെ മുന്നത്തെ പങ്ക്തിയിൽ. നിത്യത്വം, വാസ്തവത്തില് നിത്യത്വം എന്നൊരു ധർമ്മം ഒന്നും ആത്മാവിലില്ല. ആത്മ നിത്യസ്വരൂപനാണ്. എന്നാലും നമ്മൾ നിത്യത്വം ധർമ്മമായിട്ട്, ആത്മാവിലെ ധർമ്മം നിത്യത്വം ഉണ്ടെന്നൊക്കെ വ്യവഹരിക്കാറുണ്ട്. വാസ്തവത്തിൽ നിർധർമ്മകനാണെങ്കിൽ പോലും. ഇത് സന്ധിധർമാഹ, ഇങ്ങനെയൊക്കെ ധർമ്മങ്ങളുണ്ട്. ഇത് ഉണ്ടോന്ന് വെച്ചാൽ പറയാണ് അപ്രദക്തേവി ചൈതന്യാത്, ചൈതന്യത്തിൽ നിന്ന് ന പൃഥക്തി അപ്രദക്. അവിടെ എന്തിരിക്കും? അപ്രദക്ത്വം. അപ്രദക്തേവി, ചൈതന്യത്തിൽ നിന്ന് പൃഥക് അല്ലെങ്കിൽ പോലും പൃഥഗ്യവാഭാസത്തെ, വ്യവഹാരകാലത്ത് നമ്മൾ ധർമ്മമായിട്ട് കാണുന്നത് കൊണ്ട് പൃഥക്കായിട്ട് അവഭാസിക്കുന്നത് മാത്രം. അതായത് പ്രക്രിയയ്ക്ക് അനുസരിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിച്ചേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാന വിഷയമാണോ? അല്ല. ശബ്ദ വിഷയമാണോ? അല്ല. ഇനി പറ അടുത്ത സ്റ്റെപ്പ്. ബ്രഹ്മത്തെ അറിയില്ലെങ്കിൽ ജ്ഞാനിയാവുമോ? ആകും. എങ്ങനെ? തലകുത്തി നിൽക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ ആശ്രമത്തിൽ പറഞ്ഞ കാര്യം ചെയ്യുക. ഇതെന്താണ് മാഷി നിങ്ങൾ അങ്ങോട്ടായി കൊണ്ടുവന്ന സംഭവം? അല്ലേ? മനസ്സിലായോ? സോക്കോൾഡ് ഗുരുക്കന്മാർ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത്? ബ്രഹ്മബോധം ഉണ്ടാവും, ബ്രഹ്മം ശബ്ദഭേദ്യവുമാണ്. അല്ലെ? നിങ്ങൾ സ്ഥലത്ത് പറയുന്നുണ്ടല്ലോ ബ്രഹ്മ ജ്ഞാനത്തിന്റെ വിഷയമല്ല, ശബ്ദത്തിന്റെ വിഷയമല്ല. അത് ശബ്ദവാച്യമല്ല എന്നുള്ള അർത്ഥത്തിലാണ്. ശബ്ദത്തിന്റെ ലക്ഷ്യം എന്നുള്ള അർത്ഥത്തില് ശബ്ദത്താൽ പറയാം. ഇത് നമ്മൾ ലക്ഷ്യതയും വാച്യതയും മുൻനിർത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്. എന്നാൽ വാച്യമായി കൊണ്ട് തന്നെ പറയാം. അതെങ്ങനെ? അങ്ങനെയും പ്രക്രിയയുണ്ട്. ഇത്തരം ദൂരത്തെ വേണ്ട. വേദാന്ത പരിഭാഷത്തിന്റെ പ്രക്രിയ വന്നിട്ടുണ്ട്. അതായത് വാക്യാർത്ഥ ജ്ഞാന സ്ഥലത്ത് വക്താവിന്റെ ഇച്ഛയായിരിക്കുന്ന താത്പര്യജ്ഞാനം കാരണമാണ്. പറയുന്ന ആള് ശുദ്ധനെ ലക്ഷീകരിച്ച സ്ഥലത്ത് ശുദ്ധനെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രഹിക്കേണ്ട ആളും അവിടെ വന്ന് ശുദ്ധനെ തന്നെ ഗ്രഹിക്കേണ്ടിയിരുന്നു. അതുകൊണ്ട് വാച്യത്തിനെയും ഗ്രഹിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല. അതായത് ഘടം നിത്യമാണോ അനിത്യമാണോ? അനിത്യം. ഘടവും നിത്യഹ എന്ന് ശബ്ദപ്രയോഗം നടത്തിയാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? ഘടത്വം നിത്യമെന്നാണ്. അപ്പം ഘടത്വത്തെ ഗ്രഹിക്കാൻ വേണ്ടിയാണ് ഘടശബ്ദ പ്രയോഗം നടത്തിയത് ആര്? വക്താവ്. ഈ ഒരു ബോധം ശ്രോതാവിനുണ്ടെങ്കിൽ നേരിട്ട് രക്ഷണയില്ലാതെ തന്നെ ഘടശബ്ദത്താല് ഘടത്വത്തെ ഉദ്ദേശിച്ചാണ് ഘടശബ്ദ പ്രയോഗം നടത്തിയത് എന്നുള്ളത് കൊണ്ട് വക്താവിന്റെ ഇച്ഛയായിരിക്കുന്ന താത്പര്യജ്ഞാനത്തിലൂടെ വാച്യാർത്ഥ രൂപത്തിൽ തന്നെ ബ്രഹ്മത്തെ എടുക്കാം. എന്താ വിഷയം? ഇതൊക്കെ പ്രക്രിയയ്ക്ക് വേണ്ടി. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം. അപ്പോൾ ഘടോ അനിത്യ ഘടോ നിത്യ, ഈ രണ്ട് വാക്യത്തിൽ നിന്നും അർത്ഥബോധം ഉണ്ടാകുന്നുണ്ട്. ഇവിടെ വക്താവിന്റെ താത്പര്യത്തെ മുൻനിർത്തി ലക്ഷണമില്ലാതെ തന്നെ വാച്യരൂപത്തിൽ അർത്ഥത്തെ ഗ്രഹിക്കാം എന്നൊക്കെ പ്രക്രിയ ഉണ്ട്. ഇല്ല എന്നല്ല. സാമാന്യമായിരിക്കുന്ന പ്രക്രിയയാണ് എന്ത്? ലക്ഷണ വഴി ഗ്രഹിക്കുന്നു എന്നുള്ളത്. അതുപോലും മനസ്സിലാവാത്തത് കൊണ്ടാണ് ഗുരുക്കന്മാർ എന്ത് പറയുന്നത്? മക്കളെ, ശബ്ദം കൊണ്ടൊന്നും ബ്രഹ്മത്തെ പറയാൻ പറ്റത്തില്ല കേട്ടോ. അതേപോലെ തന്നെ ജ്ഞാനത്തിന്റെ വിഷയം എവിടെയാ? ജ്ഞാനമാർഗത്തിലൂടെ പോയി കഴിഞ്ഞാൽ പാറ കരന്നത് പോലെയാണെന്നൊക്കെ ദൃഷ്ടാന്തം പറഞ്ഞു കളയും. അങ്ങനെ എന്തൊക്കെയുണ്ട് ഗുരുക്കന്മാരുടെ കയ്യിൽ.
ഞാൻ ഈ ഗുരുക്കന്മാരെന്ന് പറയുന്നത് സോക്കാള് ഗുരുക്കന്മാരുടെ കാര്യം കേട്ടോ, അല്ലാണ്ട് ഈ ശാസ്ത്രീയന്മാരുടെ കാര്യമല്ല. അതുകൊണ്ട് നിനക്ക് പഠിച്ചു പോയിട്ടില്ലെങ്കിൽ ഇത് പ്രശ്നമുണ്ട്. രണ്ടു വശവും സംസാരിക്കാം. അതോ നിർഗുണ ബ്രഹ്മാത്മത്വമതേ. ഇനി പൂർവപക്ഷിയുടെ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ പരസ്പര താതാത്മ്യം വരാത്തതിനാൽ, താതാത്മ്യമോ അഥവാ ഐക്യമോ കിട്ടാത്തത് കൊണ്ട്, ഏതുകൾ തമ്മിൽ യുഷ്മദാസ്മദാർത്ഥങ്ങൾ തമ്മിൽ പരസ്പര താതാത്മ്യമോ ഐക്യമോ കിട്ടാത്തത് കൊണ്ട് തദ്വിഷയക പ്രമേയം ഉണ്ടാവത്തില്ല. പ്രമേയം ഇല്ലാത്തതുകൊണ്ട് സംസ്കാരമില്ല. സംസ്കാരം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭ്രമം സംഭവിക്കത്തില്ല എന്നിരിക്കെ ഇനി എന്ത് മാനിക്കണം എന്നുള്ളതാണ് ഇനി പറയുന്നത്. നോക്ക്, നിർഗുണ ബ്രഹ്മാത്മത്വം, അതേ ആത്മനിർഗുണമാണെന്ന് മതം ആരുടെ? വേദാന്ത സിദ്ധാന്തത്തിനനുസരിച്ച് അഹം കരോമീതി പ്രതീതേർ അർത്ഥസിച്ച അധ്യാസത്വ അയോഗാത്. ഞാൻ ചെയ്യുന്നു എന്നുള്ള പ്രതീതിയായിരിക്കട്ടെ, അവിടുത്തെ പ്രതീതിയുടെ വിഷയമായിരിക്കുന്ന അർത്ഥമായിരിക്കട്ടെ, അധ്യാസത്വ അയോഗാത്, അതായത് ജ്ഞാനാധ്യാസം സംഭവിക്കത്തില്ല, അർത്ഥാധ്യാസം സംഭവിക്കത്തില്ല. എന്തുകൊണ്ടാ? ഇതിന് കാരണമായിരിക്കും സംസ്കാരമോ, സംസ്കാരത്തിന് കാരണമായിരിക്കുന്ന പ്രമേയോ, പ്രമയ്ക്ക് കാരണമായിരിക്കുന്ന വിഷയമോ ഇല്ലാത്തത് കൊണ്ട് തന്നെ. അതിനാൽ എന്ത് മാനിക്കണം? സത്യത്വം, പ്രമാത്വം, ഇവിടെ അധ്യാസത്വ അയോഗാത് പ്രമാത്വം സത്യത്വം ച. ഇവിടെ ഇരിക്കുന്ന ജ്ഞാനം, ഈ ജഗത്തിൽ നമ്മൾക്കുണ്ടാകുന്ന ജ്ഞാനം പ്രമേയാണെന്നും അതിന്റെ വിഷയം സത്യമാണെന്നും മാനിച്ചേ പറ്റത്തുള്ളൂ. ആർക്കും ഇങ്ങനെ തന്നെയാ തോന്നുക. അല്ല, അങ്ങനെയാണെങ്കിലേ നിങ്ങളുടെ ആത്മാ ഈ ശരീര സംബന്ധിയായിട്ട് നരനാണെന്ന് നിങ്ങൾ മാനിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? നരൻ, ഈ ആത്മാ നരൻ മാത്രമായിരുന്നു എങ്കിൽ കർമ്മം ചെയ്ത് ദേവലോകങ്ങളിൽ പോയി ദേവത്വ പ്രാപ്തി ഉണ്ടാവത്തില്ലായിരുന്നു. അത് പൂർവമീമാംസകനും അറിയത്തില്ലേ? അറിയാം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ അഹം നര എന്നുള്ള സമാനാധികരണ ജ്ഞാനത്തെ എന്തായിട്ട് മാനിക്കും? നരൻ പറയാണ്, അഹം നര ഇതി സമാനാധികരണസ്യ ഗൗണത്വമിതി മതം ആസ്തേയം. അഹം നര എന്നുള്ള സമാനാധികരണ പ്രതീതിയുണ്ട്. ठीक है. പിന്നെ പ്രവൃത്തി നിമിത്ത ശബ്ദ ഹേകാർത്ഥ വൃത്തിത്വം സമാനാധികരണം. സമാനാധികരണം രണ്ട് വിധത്തിൽ വരും. തദധികരണ വൃത്തിത്വരൂപ സമാനാധികരണമുണ്ട്. ഒരേ അധികരണത്തിൽ രണ്ട് വസ്തുക്കൾ വെച്ചാല് രണ്ട് വസ്തുക്കളുടെ അധികരണം ഒന്നായ സ്ഥിതിക്ക് സമാന അധികരണങ്ങളായി അതിൽ രണ്ട് വസ്തുക്കൾ അവയിലിരിക്കും സമാനാധികരണം. സമാന അധികരണം യോഹോ ദ്വയോഹോ, സമാനമായിരിക്കുന്ന ഒരേ അധികരണം ഏത് രണ്ട് വസ്തുക്കൾ കൊണ്ടോ അവ രണ്ടും സമാനാധികരണങ്ങളായി അവയിലിരിക്കും സമാനാധികരണം. അത് വേറെ. ഇവിടെ പറയുന്നത് ശബ്ദത്തിന്റെ പ്രവൃത്തി നിമിത്തം ഭിന്നമാവുകയും, അതായത് രക്തപുഷ്പ, രക്തശബ്ദത്തിന്റെ പ്രവൃത്തി നിമിത്തം എന്നുള്ളത് രക്തത്വം ഗുണവും, പുഷ്പശബ്ദത്തിന്റെ പ്രവൃത്തി നിമിത്തമായിരിക്കുന്ന പുഷ്പത്വം ജാതിയാണ്. ഇത് നൈയായികന്റെ സിദ്ധാന്തമാണ്. നിങ്ങൾ പെട്ടെന്ന് കരുതും പുഷ്പത്വം എന്താണ്, രക്തത്വം എങ്ങനെ ജാതിയായി, രക്തത്വം എങ്ങനെ ഗുണമായി ജാതിയാവണ്ടേ? അങ്ങനെയല്ല. അതായത് അവിടുത്തെ ശബ്ദം, രക്തശബ്ദം ദ്രവ്യവാജ്യ ആയതുകൊണ്ട് പിന്നെ രക്തത്വം ജാതിയാകത്തില്ല, ഗുണമാകത്തുള്ളൂ. എങ്ങനെയൊക്കെയുള്ള സിദ്ധാന്തം വെച്ചിട്ടാണ് സമർത്ഥിക്കുന്നത്. നേരിട്ട് കയറി ചോദ്യം ചെയ്യുമ്പോൾ പലവട്ടം ആലോചിക്കുക, ഇത് പലരുടെ സിദ്ധാന്തമായിരിക്കും, അവർക്കനുസരിച്ച് അത് ശരിയാണ്, ഉദ്ദേശിക്കുന്ന ഒരു ലെവല് മുന്നിൽ പോയിട്ടാണ് ഇവരുടെ അന്വയം വരിക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്ത് പറ്റി? അവിടെയുള്ള ശബ്ദത്തിന്റെ പ്രവൃത്തി നിമിത്തം ഒരു ശബ്ദപ്രയോഗം നടത്തണമെങ്കിൽ, ഘടത്തെ ഘടമെന്ന് വിളിക്കണമെങ്കിൽ ഘടത്തില് ഒന്നുകിൽ ജാതി, അല്ലെങ്കിൽ ഗുണം, അല്ലെങ്കിൽ ക്രിയ, അല്ലെങ്കിൽ സംബന്ധം, ജാതി ഗുണ ക്രിയാ സംബന്ധം, അല്ലെങ്കിൽ രൂഢിയായിരിക്കണം. ഇങ്ങനെ ഏതെങ്കിലും ഒരു ജാതി ഗുണക്രിയാദികളിൽ ഒന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ രൂഢി പ്രയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾക്ക് ആ വസ്തുവിനെ പറയാനേ പറ്റത്തില്ല. ഇതിനെ പറയും ശബ്ദത്തിന്റെ പ്രവൃത്തിക്ക് നിമിത്തം. ശബ്ദപ്രവൃത്തി ഉണ്ടല്ലോ, അതാണ് ഉദ്ദേശം. ഘടക എന്നുള്ള ശബ്ദപ്രവൃത്തിക്ക് നിമിത്തം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഘട എന്ന് പ്രയോഗിക്കാൻ ശബ്ദപ്രയോഗം നടത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ വസ്തുവിൽ ഘടത്വം എന്നുള്ള ജാതി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഘടശബ്ദത്താൽ നമ്മൾ ആ വസ്തുവിനെ വിളിച്ചത്. ഇതിനെ നൈയായികന്മാർ പറയും സ്വവാച്യത്തിൽ സതി, സ്വവാച്യ സംബന്ധന സ്വവാച്യ വൃത്തിത്തിൽ സതി, സ്വവാച്യ ഉപസ്ഥിതി പ്രകാരതവത്വം പ്രവൃത്തി മിത്വത്വം എന്ന് പറയും. നിങ്ങൾക്ക് ന്യായസിദ്ധാന്തം മുക്താലി പഠിച്ച് തുടക്കത്തിൽ തന്നെ സാധനം കയറി. അപ്പോൾ എന്താണ് ഇവിടെ? അഹം നരഹ എന്നുള്ള സമാനാധികരണ പ്രയോഗം നടക്കാറുണ്ട്. ഇത് എന്താണെന്ന് പറയുന്നത്? ഗൗണം. അതായത് ഒന്ന് മിഥ്യാത്മാ വേദാന്ത സിദ്ധാന്തത്തില്, ഇവിടെ തന്നെ ഗൗണാത്മാവുണ്ട്. അതായത് മമാത്മാ ഭദ്രസേനഹ എന്നുള്ള സ്ഥലത്തൊക്കെ ഗൗണപ്രയോഗമാണ്. പിന്നെ ആരാളുള്ളത്? ശുദ്ധാത്മാ, അത് കേവല ബ്രഹ്മസ്വരൂപം.
ഇങ്ങനെ നമുക്ക് ആത്മാവിനെ തന്നെ മൂന്നാക്കി എടുക്കാം. ഇതിൽ ഗൗണാത്മാവിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗൗണപ്രയോഗമായിട്ട് മനസ്സിലാക്കും. ഗൗണത്വം മതം ആസ്തേയം, ഗൗണമാണെന്നുള്ളത് മതം ഇവിടെ സ്വീകരിച്ചു പറ്റും. തഥാച ബന്ധസ്യ സത്യതയാ, പൂർവക്ഷ പ്രസംഗം തീരാണ്. ഇപ്രകാരം ബന്ധം സത്യമാണെന്നിരിക്കെ ജ്ഞാനാത് നിവൃത്തിരൂപ ഫലാസംഭവാത്, സത്യവസ്തു ജ്ഞാനത്താൽ നിവൃത്തമാകത്തില്ല. ഘടം സത്യവസ്തു ആയതുകൊണ്ട് ഘടജ്ഞാനം കൊണ്ട് ഘടത്തിന് നിവൃത്തി ഉണ്ടാകത്തില്ല. കയറിലെ സർപ്പം സത്യവസ്തു അല്ല എന്നുള്ളത് കൊണ്ട് ആ സർപ്പത്തിന്റെ ഉപാദാനമായിരിക്കുന്ന അജ്ഞാനം നഷ്ടപ്പെടാൻ കാരണമായിരിക്കുന്ന കയറിന്റെ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉപാദാനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സർപ്പം ഇരിക്കത്തില്ല. പക്ഷേ രണ്ടെണ്ണം വയ്ക്കും. കൽപ്പിത വസ്തുവാണെങ്കിൽ കൽപ്പിത സർപ്പത്തെ നമുക്ക് വടി കൊണ്ട് അടിച്ചു കൊല്ലാൻ പറ്റത്തില്ല. പക്ഷെ ജ്ഞാനം കൊണ്ട് നഷ്ടപ്പെട്ടിട്ട്. കൽപ്പിത സർപ്പമല്ല വാസ്തവ സർപ്പമാണെങ്കിൽ ജ്ഞാനം കൊണ്ട് നിവൃത്താവത്തില്ല. ശരിക്ക് അതിനെ കൊല്ലണമെങ്കിൽ തല്ലിക്കൊല്ലി പറ്റത്തുള്ളൂ. എല്ലാം പോണ്ട, ഉള്ളിലാവും. ബന്ധസ്യ സത്യതയാ, ബന്ധം സത്യമാണെന്നിരിക്കെ ജ്ഞാനാത് നിവൃത്തിരൂപ ഫലാസംഭവാത്, സത്യവസ്തു ജ്ഞാനത്താൽ നിവൃത്തമാകത്തില്ല. ആയതിനാൽ നിങ്ങളുടെ സിദ്ധാന്തത്തിൽ അധികാരി വിഷയ സംബന്ധ പ്രയോജനം പറഞ്ഞപ്പോൾ ജ്ഞാനം വഴി അജ്ഞാന നിവൃത്തി എന്നുള്ളതാണ് നിങ്ങളുടെ ഫലം. അജ്ഞാന നിവൃത്തി ഉപലക്ഷിത ബ്രഹ്മമാണ് നിങ്ങളുടെ മോക്ഷസ്വരൂപം. അതാണ് ഫലമെന്നിരിക്കെ അജ്ഞാന നിവൃത്തിയും ഫലമാണ്. പക്ഷേ ഈ ബന്ധം ജഗത്തായിരിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു, ജഗത്തായിരിക്കുന്ന ബന്ധത്തിന്റെ നാശം നടന്നിട്ടില്ല. ബ്രഹ്മം ഉണ്ടെങ്കിൽ പോലും ആ ജഗത്തായിരിക്കുന്ന ബന്ധനാശ ഉപലക്ഷിത ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ഫലം കിട്ടിയിട്ടില്ല. അതിനുവേണ്ടി പ്രയത്നിക്കുകയാണ്. അതിന് കാരണം എന്താണ്? ജ്ഞാനം. പക്ഷേ ജ്ഞാനത്തിൽ നിങ്ങളൊരു സംഭവിക്കത്തില്ല. എന്തുകൊണ്ടാ? ബന്ധം സത്യമായത്. ബന്ധസ് സത്യതയാ സത്യത്വാത് ജ്ഞാനാത് നിവൃത്തിരൂപ ഫല അസംഭവാത്, ജ്ഞാനം കൊണ്ട് നിവൃത്തി ബന്ധത്തിൻ്റെതുണ്ടാകുക എന്നുള്ള ഒരു ഫലം, ശാസ്ത്രത്തിന്റെ ഫലം സിദ്ധിക്കത്തില്ല എന്നുള്ളതിനാൽ ബദ്ധ മുക്തയോർ ജീവബ്രഹ്മണോർ ഐക്യായോഗേന, ഒന്ന് ബദ്ധൻ ഒന്ന് മുക്തൻ, ജീവൻ ബദ്ധനും മുക്തൻ ബ്രഹ്മവും, ഇത് തമ്മിലുള്ള ഐക്യം ഉണ്ടോ? എന്തുകൊണ്ട് ഐക്യം ഭാസിക്കാത്തത്? അജ്ഞാനാവൃതനായതുകൊണ്ട്. അപ്പോൾ ജീവൻ തന്നെയായിരുന്നു ബ്രഹ്മം എങ്കിൽ ഐക്യം എന്നുള്ള വിഷയം സിദ്ധിച്ചേനെ. ജീവൻ ബ്രഹ്മമല്ല എന്നുള്ള സ്ഥിതിക്ക് ഐക്യമായിരിക്കുന്ന ഒരു വിഷയം സിദ്ധിക്കത്തില്ല. എന്തുകൊണ്ടാ? സത്യബന്ധമാണ്. ബന്ധം മിഥ്യയാണെങ്കിൽ മാത്രമാണ് ജീവൻ ബ്രഹ്മാവത്തുള്ളൂ. നിത്യ സിദ്ധിക്കുന്നില്ല എന്നുള്ളതിനാൽ ബന്ധം വാസ്തവമാണ്. ബന്ധം വാസ്തവമാണെന്നിരിക്കെ ജീവൻ ഒരിക്കലും ബ്രഹ്മവുമായിട്ട് ഐക്യം കിട്ടത്തില്ല. ഒന്ന്, അപ്പൊ എന്ത് പറ്റി? വിഷയം കിട്ടത്തില്ല. നിങ്ങളുടെ വിഷയമാണ് ഐക്യം. രണ്ടാമത്തെ ഫലം എന്തായിരുന്നു? ബന്ധം നിവൃത്തി. അതും കിട്ടത്തില്ല. കാരണം ബന്ധം സത്യമായിരിക്കെ ജ്ഞാന നിവൃത്തി സംഭവിക്കത്തില്ല. അപ്പം ഫലവും ഇല്ല, വിഷയവും ഇല്ല എങ്കിൽ പിന്നെ നിങ്ങൾക്ക് അധികാരിയും കിട്ടത്തില്ല, സംബന്ധത്തെയും കിട്ടത്തില്ല. ഇതുമായിട്ട് കൂട്ടി ഇങ്ങോട്ട് വെച്ചാൽ മതി. അപ്പോൾ അധികാരി വിഷയ സംബന്ധ പ്രയോജനങ്ങളായിരുന്നു ഒരു ശാസ്ത്ര ആരംഭത്തിന്റെ കാരണം. അപ്പോൾ ഇവിടെ അധികാരി വിഷയ സംബന്ധ പ്രയോജനം കിട്ടാത്തത് കൊണ്ട് ഇനി നിങ്ങൾ ശാസ്ത്രം ആരംഭിക്കേണ്ടതില്ല. ശാസ്ത്രം ന ആരംഭണീയം തീ, ശാസ്ത്രം ആരംഭിക്കേണ്ടതില്ല, ന ആരംഭണീയം, ആരംഭത്തിന്റെ വിഷയമാകത്തില്ല. ഇത് പൂർവപക്ഷ ഭാഷ്യ താത്പര്യം. ഇതാണ് പൂർവപക്ഷ ഭാഷ്യത്തിന്റെ താത്പര്യം. അപ്പോൾ ടീകാകാരനും പൂർവപക്ഷയുടെ അഭിപ്രായത്തിനെ കൊണ്ടുവരുന്നത് സിദ്ധാന്തിയുടെ അഭിപ്രായത്തിൽ കൊണ്ടുവന്നാൽ കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം വിശദീകരിച്ച് പോകുമ്പോൾ ഇങ്ങനെയും നിങ്ങൾക്ക് തോന്നാം, പക്ഷെ ഇങ്ങനെയല്ല എന്നാണ് സമർത്ഥിക്കാൻ പോകുന്നത്. യുക്തഗ്രഹണാത്, ഇതെവിടെയാ യുക്ത ശബ്ദം ഉള്ളത്? 9 നമ്പർ പേജിന്റെ പൊക്കം നോക്ക്. നിത്യേതി ഭവിതം യുക്തം ഭാഷ്യത്തില്. അതായത് പരസ്പരം അധ്യാസവും അതേപോലെ നിറധർമ്മീയ അധ്യാസവും ധർമ്മത്തിന്റെ ധർമ്മിയിൽ അധ്യാസവും സംഭവിക്കത്തില്ല. എന്തുകൊണ്ടാ സംഭവിക്കാൻ പാടില്ലാത്ത? എന്തുകൊണ്ടാണ് ഈ ഭ്രമാത്മകമായിരിക്കുന്ന അധ്യാസം സംഭവിക്കാൻ പാടില്ലാത്ത? ഇവിടെ പരസ്പരം അധ്യാസം നേരിട്ടിരിക്കുന്ന ഒരു മിഥ്യാബോധം വരണമെങ്കിൽ അതിനുള്ള സംസ്കാരം വേണ്ടിയിരുന്നു. സംസ്കാരത്തിന് പ്രമ വേണ്ടിയിരുന്നു. പ്രമയ്ക്ക് യഥാർത്ഥ വസ്തു വേണ്ടിയിരുന്നു. യഥാർത്ഥ വസ്തു എന്ന് പറഞ്ഞാൽ താതാത്മ്യം നേരിട്ടിരിക്കുന്ന യുഷ്മതർക്കവും അസ്മതർക്കവുമാണ്. അവ തമ്മിൽ ഒരിക്കലും താതാത്മ്യം വേറെ വന്നതായിട്ട് എവിടെയും ഇല്ല. കാരണം വിചിത്രങ്ങളായിരിക്കുന്ന സ്വഭാവത്തോടു കൂടിയതാണ്. ഒന്ന് നിർധർമ്മകനായിരിക്കുന്ന ചേതന, മറ്റൊന്ന് ജഡം, ധർമ്മത്തോടു ഇരിക്കുന്ന ജഡം.
ഇവ തമ്മിൽ പരസ്പര അധ്യാസം നടത്താനുള്ള യോഗ്യത ഇല്ലാത്തത് കൊണ്ട് ഒരിക്കലും അധ്യാസം വേണ്ട, പരസ്പര താതാത്മ്യത്തിൽ ഇരിക്കാനുള്ള യോഗ്യത ഇല്ലാത്തത് കൊണ്ട് ഒരിക്കലും താതാത്മ്യത്തിൽ വരത്തില്ല. അതുകൊണ്ട് തന്നെ താതാത്മ്യ സംബന്ധി ആയിരിക്കും, താതാത്മ്യത്തോടു കൂടിയിരിക്കുന്ന ഒരു ഭ്രമ സംഭവിക്കത്തില്ല. ഭ്രമയില്ലാത്തതുകൊണ്ട് സംസ്കാരമില്ല, സംസ്കാരമില്ലാത്തതുകൊണ്ട് ഭ്രമം. ഇനി ടീക്ക നോക്കിയോ. യുക്തഗ്രഹണാത് പൂർവപക്ഷസ്യ ദുർബലത്വം സൂചയതി. ഇത് യുക്തം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇവിടത്തെ പൂർവപക്ഷം ദുർബലമാണെന്നാണ് കാണിച്ചത്. തഥാഹി, അത് എപ്രകാരം എന്നാണെങ്കിൽ, കിം അധ്യാസസ്യ നാസ്തിത്വം അയുക്തത്വാത് അഭാനാദ്വാ കാരണഭാവാദ്വാ. അധ്യാസസ്യ നാസ്തിത്വം, അധ്യാസം സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞാല് ഭ്രമാത്മകമായിരിക്കുന്ന അധ്യാസം സംഭവിക്കത്തില്ല. ശ്രദ്ധിച്ചോളാം, ഭ്രമാത്മകമായിരിക്കുന്ന അധ്യാസമുണ്ട്, മറ്റൊന്ന് ഭ്രമത്തിന്റെ വിഷയമായിരിക്കുന്ന അധ്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ അർത്ഥാധ്യാസമുണ്ട്, ജ്ഞാനാധ്യാസമുണ്ട്. ഇവിടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ജ്ഞാനാധ്യാസത്തെ കുറിച്ചാണ്. ചിലർക്ക് അർത്ഥാധ്യാസം കിട്ടത്തില്ല, പറഞ്ഞു കൊടുത്താലും കിട്ടാത്ത ആൾക്കാരുണ്ട്. ശരി, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആദ്യമേ സെറ്റിൽഡ് ആയി ബുദ്ധി ഇങ്ങനെ ചിന്തിക്കാൻ പാടുള്ളൂ. ഇവിടെ രണ്ടും കാണാം. കിം അധ്യാസത്തെ നാസ്തിത്വം, ഈ അധ്യാസത്തിലെ നാസ്തിത്വം എന്ന് പറഞ്ഞാൽ അധ്യാസം സംഭവിക്കത്തില്ല. അധ്യാസോ നാസ്തി, അധ്യാസം ഇല്ല എന്ന് പറഞ്ഞ ഭ്രമം ആയിരിക്കുന്ന അധ്യാസം ഇല്ല. അതിന് കാരണം എന്താ? അയുക്തത്വാത്, യുക്തമല്ല, ഇതിങ്ങനൊന്നും വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണോ? അഭാനാദുവ, അങ്ങനെ ഒരു ഭാനം നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണോ? കാരണഭാവാദുവ, ഈ ഭ്രമാത്മകമായിരിക്കുന്ന അധ്യാസത്തിന് കാരണമില്ല എന്നുള്ളത് കൊണ്ടാണോ? മൂന്ന് വികല്പം. ആദ്യ ഇഷ്ട ഇത്യാഹ, ആദ്യം എന്താണ്? അയുക്തം. ശരിയാണ്, അയുക്തത്തിന് എന്താ അർത്ഥം ചെയ്തത്? നാസ്തി എന്നുള്ളതിന്റെ അർത്ഥമായിരുന്നു അയുക്തം. നടക്കത്തില്ല, കാരണം അയുക്തമാണ്. അത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഇതാണ് നിങ്ങളുടെ മുഖ്യ സിദ്ധാന്തം. ഇതറിയാതെയാണ് എന്ത് ചോദിക്കുന്നത്? കർമ്മമാണോ മുഖ്യം ആദ്യം ഉണ്ടായത്, അല്ല ജന്മമാണോ എന്നൊക്കെ ചോദ്യം ചോദിക്കാനുള്ള കാരണം നിങ്ങളുടെ ഫണ്ടമെന്റൽ തിയറി നിങ്ങൾക്ക് അറിയത്തില്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം ദ്വൈതഭാവത്തിൽ ഇരുന്നിട്ട് അദ്വൈതം പഠിച്ചാൽ ഇരുപ്പേ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, ആൾക്കാർ കരുതുന്നത് രാവിലത്തെ ഗണപതി ഹോമം അങ്ങോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ശാസ്ത്രം പഠിച്ചാൽ മനസ്സിലാവില്ല എന്നാ. അങ്ങനെയുള്ളൊരു ബുദ്ധിക്ക് ശാസ്ത്രം പഠിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അവർക്ക് പറഞ്ഞ പണിയല്ല, രണ്ട് മാർഗമാണ്. ഇതിനെയും അതേപോലെ തന്നെ ചില ഗുരുക്കന്മാർ തന്നെ അവരുടെ റൂമിൽ വെച്ചിട്ടുണ്ടാവുക സകല ദേവതാ നമസ്കാരം ചെയ്യാൻ. ദേവതാ നമസ്കാരമൊക്കെ നല്ലത് തന്നെ എന്ന് കരുതിയിട്ട് ഇതിൽ ആണ്ട ബുദ്ധി ഉണ്ടല്ലോ, ആണ്ടവൻ, അവനിത് പറഞ്ഞിട്ടില്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാല് രണ്ട് തട്ട് നിൽക്കുന്ന ബുദ്ധിയാണ്. ഏതിനോടാണ് ആഭിമുഖ്യം അതായിരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ചിലർക്ക് പറയേണ്ടി വരുന്നത് എന്ത്, ഉപാസന സമ്പ്രദായം നമ്മൾക്ക് ബൗദ്ധന്റെ അടുത്ത് തന്നെ പഠിക്കണം. ഇത് എന്തോ സംഭവമാണ്. അപ്പൊ നിനക്ക് ബൗദ്ധനെ അറിയത്തില്ലെന്ന് അർത്ഥം. നിങ്ങൾക്കല്ല, ഞങ്ങളുടെ ഫീൽഡിലൂടെ ഓരോരുത്തർ തട്ടുന്ന തട്ടാണ് ഇതൊക്കെ കേട്ട് നിൽക്കേണ്ട ഗതികേടാന്നുള്ളതാണ്. തിരിച്ചു പറഞ്ഞാൽ പറയും, അയ്യോ അങ്ങ് ചെറുപ്പത്തിലെ സിദ്ധനാണേ ഒന്നും ചോദിക്കരുത്. സിദ്ധൻ ലേബൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ചോദ്യം ഉണ്ടാകത്തില്ല. സിദ്ധന് ബോധമുണ്ടോ? അതുകൊണ്ട് പിന്നെ ചോദ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. ഏത് അനുരോധാത് ആദോ യജ്ഞപീതി പഠിതവ്യം. ഈ ഒരു പ്രസംഗത്തിനനുസരിച്ച് എവിടെ തഥാപി എന്ന് എന്താണ് ആദ്യ ഇഷ്ട ഇത്യാഹ, ആദ്യ പക്ഷം ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഇതിന്റെ ഭാഗം നിങ്ങൾ ബ്രഹ്മസൂത്രത്തിൽ ഭാഷ്യം കാണാം. തഥാപി അന്യോന്യസ്മിൻ അന്യോന്യാത്മകതാം അന്യോന്യധർമാശ്ചാദ്യസ്യ ഇതരേതരാ വിവേകേന അത്യന്ത വിവിക്തയോർ ധർമ്മധർമ്മിണോർ മിഥ്യാജ്ഞാന നിമിത്തഃ സത്യാനൃതേ മിഥുനീകൃത്യ അഹമിതം അമേതമിതി നൈസർഗികോയം ലോകവ്യവഹാരഃ. ഇത് സിദ്ധാന്തം പറഞ്ഞിട്ടോ. യദ്യപി എന്ന് കൂട്ടിച്ചേർത്തോളാം ആദ്യം, കാരണം തഥാപി എന്ന് പറഞ്ഞാൽ തുടങ്ങുന്ന ഇവിടെ. യദ്യപി മിഥ്യത് ഭവതി യുക്തം, അതായത് ജ്ഞാനാധ്യാസം സംഭവിക്കാൻ പാടില്ലായിരുന്നു. കാരണം എന്താ? ഇതിന്റെ ഒരു കാരണം അവിടെ ഇല്ല എന്നുള്ളത് കൊണ്ട്. ഒരു കാര്യം സംഭവിക്കണമെങ്കിൽ സകല കാരണങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പൊ സകല കാരണങ്ങളിലും പെട്ടതാണ് സംസ്കാരം. സംസ്കാരം സംസ്കാരത്തിന്റെ കാരണമാണ് യഥാർത്ഥ ജ്ഞാനം. യഥാർത്ഥ ജ്ഞാനത്തിന്റെ കാരണമാണ് യഥാർത്ഥ വിഷയം. യഥാർത്ഥ വിഷയമായിരിക്കുന്ന താതാത്മ്യം ഇല്ല. ഇവിടെ കാണുന്നതെല്ലാം നിങ്ങൾ പറയുന്നത് ആധ്യാസികം എന്നാണ്. നിങ്ങളൊരു വാസ്തവ യുഷ്മദസ്മത് ജഡചേതനന്മാരുടെ താതാത്മ്യം എന്ന് കാണിച്ചു തന്നെ. നിങ്ങൾ എവിടെ കാണിക്കാൻ പോയോ അതല്ലേ പാരമാർത്ഥികം, അതല്ലേ ഈ കാണുന്നത്.
ഇതല്ലാതെ വേറെ ജഗത്താ ഉള്ളത്? ജഗത്തില്ല എങ്കിൽ, അതായത് ചേതനും ജഡവും താതാത്മ്യത്തിലിരിക്കുന്ന ഒരു ജഗത്തില്ല എങ്കിൽ നിങ്ങൾക്ക് പ്രമേയം ഉണ്ടാകത്തില്ല. പ്രമേയിലേക്ക് സംസ്കാരം ഉണ്ടാകത്തില്ല. സംസ്കാരം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇനി ഈ ജഗത്ത് ഭ്രമമാണെന്ന് പറയാൻ വരരുത്. അന്യോന്യസ്മിൻ എന്ന് പറയാം, പരസ്പരം. അന്യോന്യസ്മിൻ, അന്യോന്യാത്മകതാം, അതായത് ഇതിന്റെ മൂല കാരണമാണ് മിഥ്യാജ്ഞാന നിമിത്ത എന്നുള്ളത്. മിഥ്യാച തദജ്ഞാനം ചെയ്തി മിഥ്യാജ്ഞാനം, മിഥ്യാസ്വരൂപമായിരിക്കുന്ന അജ്ഞാന നിമിത്തമായിട്ട്, അതായത് ജഡചേതനന്മാരുടെ താതാത്മ്യം വരാൻ പാടില്ലായിരുന്നു. എന്നാലും അജ്ഞാനം എന്നുള്ള ഒരു കാരണ ഉപാധി ഇരിക്കുന്നത് കൊണ്ട് അധ്യാസം സംഭവിച്ചേ പറ്റത്തുള്ളൂ. ഈ അധ്യാസങ്ങളെ തന്നെ രണ്ടാക്കാം, സാധ്യ അധ്യാസം, അനാദി അധ്യാസം പറഞ്ഞിട്ട്. അനാദി അധ്യാസത്തിന് കാരണമില്ല, സാധ്യ അധ്യാസങ്ങൾക്ക് കാരണം ഉണ്ടാവും. സാധ്യ അധ്യാസങ്ങളുടെ കാരണമാണ് പൂർവ്വസംസ്കാരം, സാദൃശ്യം എന്നിവയൊക്കെ. അനാദി അധ്യാസ സ്ഥലം എന്നുള്ളത് അജ്ഞാനത്തിന്റെ അധ്യാസവും അനാദി അധ്യാസമാണ്. അവിടെ അജ്ഞാനം കാരണമല്ല, എന്നിരുന്നാലും പ്രയോജകനായിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾക്കിവിടെ ഇത്രയും കൂടുതലൊന്നുമില്ല, സാധ്യ അധ്യാസത്തെ കുറിച്ച് പറയാൻ പോവുകയാണ്. തഥാപി, രണ്ടും എടുക്കണം ഇവിടെ ഇപ്പോൾ. കാരണം ജഡചേതന്മാരുടെ അധ്യാസം എന്താണ്? അനാദി അധ്യാസം തന്നെയല്ലേ. അപ്പോൾ അന്യോന്യസ്മിൻ എന്ന് പറഞ്ഞാല് ഒന്ന് മറ്റൊന്നിൽ, യുഷ്മദാർത്ഥം അസ്മദാർത്ഥത്തിൽ മാത്രമല്ല, അന്യോന്യ ആത്മകഥാം, അന്യോന്യ ധർമാശ്ച. തഥാപി അന്യോന്യസ്മിൻ അന്യോന്യാത്മകതാം, ഒന്ന് കഴിഞ്ഞു. അന്യോന്യസ്മിൻ പരസ്പരം എന്നർത്ഥം, യുഷ്മദാർത്ഥവും അസ്മദാർത്ഥവും തമ്മിൽ. അന്യോന്യാത്മകതാം എന്ന് പറഞ്ഞാല് പരസ്പര താതാത്മ്യം നടക്കുന്നുണ്ട്. അന്യോന്യ ധർമാശ്ച അധ്യസ്യ. അപ്പോൾ ആദ്യം അന്വയിക്കുക അന്യോന്യസ്മിൻ അന്യോന്യാത്മകതാം അധ്യസ്യ എന്ന് പറഞ്ഞാൽ പരസ്പരം ധർമ്മികൾ തമ്മിലുള്ള താതാത്മ്യ അധ്യാസം നടന്നിട്ട്, അന്യോന്യ ധർമാശ്ച അധ്യസ്യ, ഒന്നിന്റെ ധർമ്മത്തെ മറ്റൊരു ധർമ്മിയിലേക്ക് അധ്യസിച്ചിട്ട്, ചേതനൻ അതായത് ആത്മാവിന്റെ ധർമ്മമായിരിക്കുന്ന ചേതനത്വത്തെ അന്ധകരണത്തിലേക്ക് അധ്യസിച്ചിട്ട്, അന്ധകരണത്തിന്റെ ധർമ്മമായിരിക്കുന്ന സുഖദുഃഖാദികളെ ചേതനിലേക്ക് അധ്യസിച്ചിട്ട്, ഇപ്പൊ ഒരധ്യാസം കഴിഞ്ഞ് അധ്യസ്യ എന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം. അതെന്തുകൊണ്ടാ? ഇതരേതര വിവേകേന, തിരിച്ചറിവില്ലായ്മ കൊണ്ട്, ജഡചേതനന്മാരുടെ തിരിച്ചറിവ് ഇല്ലാത്തത് കൊണ്ട്, പരസ്പര അവിവേകന എന്നർത്ഥം. ഇതരേതര വിവേകന അത്യന്ത വിയുക്തയോർ, വാസ്തവത്തില് തീർത്തും ഭിന്ന ഭിന്ന വസ്തുക്കളാണ്. യുഷ്മദാർത്ഥം ജഡമാണ്, അസ്മദാർത്ഥം ചേതനനാണ്. എന്നിട്ടും അത്യന്ത വിയുക്തയോർ, അത്യന്ത വിയുക്തങ്ങൾ ആരൊക്കെയാ? ധർമ്മധർമ്മിണോർ, ധർമ്മികളും പരസ്പരം അത്യന്ത വിയുക്തമാണ്, ധർമ്മങ്ങളും അത്യന്ത വിയുക്തങ്ങളാണ്. ധർമ്മികളാരാ? ആത്മാവും അനാത്മാവും. അത് തീർത്തും വിലക്ഷണങ്ങളാണ്, ഭിന്ന ഭിന്ന സ്വരൂപങ്ങളാണ്. ആത്മാവിന്റെ ധർമ്മമായിരിക്കുന്ന ചേതനത്വം, ജഡധർമ്മമായിരിക്കുന്ന ജഡത്വം, സുഖദുഃഖാദികൾ, ഇവയും തീർത്തും അത്യന്ത ഭിന്നങ്ങളാണ്. എന്നിട്ടും മിഥ്യാജ്ഞാന നിമിത്ത, മിഥ്യാ അജ്ഞാന നിമിത്ത, മിഥ്യാജ്ഞാനം തന്നെ ചെയ്യരുത്. മിഥ്യാച തത് അജ്ഞാനം ചെയ്ത് മിഥ്യാജ്ഞാനം, അജ്ഞാനം പോലും മിഥ്യയാണ്. അതായത് ഇതിന്റെ ഉപാദാന കാരണമായിരിക്കുന്ന അജ്ഞാനം പോലും ഇല്ലാത്ത വസ്തുവാണ്. മിഥ്യാജ്ഞാന നിമിത്ത, മിഥ്യാജ്ഞാന നിമിത്തമായിട്ട് എന്ത് ചെയ്തു? സത്യ അനൃത്തെ മിഥുനീകൃത്യ, സത്യവസ്തുവാണ് അസ്മദാർത്ഥം, അനൃതം ആണ് യുഷ്മദാർത്ഥം. അവ പരസ്പരം താതാത്മ്യം ഭവിച്ചും കൊണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞു അധ്യസ്യ, പിന്നെ പറയണ മിഥുനീകൃത്യ. മിഥുനീകരണം നടക്കാൻ പാടുണ്ടോ? പരസ്പര താതാത്മ്യം പാടില്ല. പക്ഷേ മിഥുനീകൃത്യ എന്ന് പറഞ്ഞത് കൊണ്ട് ആദ്യ അധ്യാസത്തിൽ നിന്ന് രണ്ടാമത്തെ അധ്യാസം കയറി വരികയാണ്. എന്ന് പറഞ്ഞാൽ അധ്യാസത്തിൽ നിന്ന് അധ്യാസം നടന്നുകൊടുക്കാന്ന് അന്വേഷിച്ചോളുക. കാരണം അധ്യസ്യ എന്ന് ആദ്യം പറഞ്ഞു, മിഥുനീകൃത്യ എന്നുള്ളതും ലബന്ധമാണ്. ഇതെല്ലാം ടീക്കേ. രണ്ട് കർമ്മങ്ങൾ ഒരാൾ തന്നെ പൂർവാപരങ്ങളായിട്ട് ചെയ്യുമ്പോഴാണ് സമാന കർത്തവ്യ പൂർവ്വകാലെ ത്വാ വന്നിട്ട് ത്വാക്ക് ലെപ്പ് വിധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ത്വാ കാണത്തില്ല, ലെപ്പേ കാണത്തുള്ളൂ. സമാസ അനഞ്ഞ കുറെ ത്വാ ലെപ് സ്യാദ്. അന്നപ്പോൾ മിഥുനീകരണം ദൂരാധ്യാസമാണ്, പരസ്പര താതാത്മ്യമാണ്. ഇതിനു മുന്നെയും താതാത്മ്യം നടന്നിട്ടുണ്ട്. അപ്പൊ എന്ത് പറ്റി? ഇവിടെ
ഭ്രമാത്മക ജ്ഞാനത്തിൽ നിന്നല്ല മുന്നോട്ട് ഭ്രമം ഉണ്ടാകുന്നത്. ഭ്രമാത്മക ജ്ഞാനത്തിൽ നിന്ന് അടുത്ത ജന്മത്തിൽ ഇനിയും ഭ്രമം ഉണ്ടാവും. കാരണം ഇതിനൊക്കെ കാരണം എന്താ? മിഥ്യാജ്ഞാന നിമിത്ത എന്ന് പറഞ്ഞു. മിഥ്യാജ്ഞാന നിമിത്തമായിട്ട് ഭ്രമത്തിൽ നിന്ന് ഭ്രമം സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇതിന് വേണ്ടി ദൃഷ്ടാന്തം പറയാം. നമ്മളുടെ മറ്റുള്ളവരുടെ മരണത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ശരീരത്തിലെ മരണം, നമ്മളുടെ മരണം നമ്മൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ വ്യാവഹാരികമായിരിക്കുന്ന നമ്മളുടെ മരണം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല. സ്വപ്നത്തിൽ നമ്മൾക്ക് നമ്മൾ മരിച്ചു കിടക്കുന്നതായിട്ട് കാണാൻ പാടില്ലേ? അത് ഭ്രമല്ലേ? അതിന് കാരണമായിരിക്കുന്ന ജ്ഞാനം വ്യാവഹാരികമാണോ? അല്ലല്ലോ. മറ്റുള്ളവരുടെ മരണമല്ലേ കണ്ടിട്ടുള്ളൂ. തന്റെ മരണം എവിടെ കണ്ടു? പിന്നെ തന്റെ മരണം എങ്ങനെ സ്വപ്നത്തിൽ കാണാൻ പറ്റി? സ്വപ്നം ഭ്രമല്ലേ? ബ്രഹ്മസ്ഥലത്ത് യഥാർത്ഥ ജ്ഞാനം കാരണമാണെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. ഈ ദൃഷ്ടാന്തം വരില്ല, നമ്മുടെ സ്വന്തം ദൃഷ്ടാന്തമാണിത്. ഇതിന്റെ അപ്പുറത്തേക്ക് ആൾക്കാരും ചോദിക്കത്തില്ല. ഇവിടെ പറയുന്നത് ഭ്രമാത്മകമായിരിക്കുന്ന ഒരു സർപ്പത്തെ കണ്ടിട്ട് വീണ്ടും സർപ്പത്തെ നമുക്ക് സ്വപ്നത്തിൽ കാണാൻ പാടില്ലേ? ആ സ്വപ്നത്തിൽ കണ്ട സർപ്പത്തിന് കാരണമായിരിക്കുന്ന സംസ്കാരം യഥാർത്ഥ ജ്ഞാനജന്യമാണോ? ആ സർപ്പം വ്യാവഹാരിക ലോകത്തും കയറിൽ കണ്ട സർപ്പമായിരുന്നു. ആ സർപ്പത്തെ ഇനിയും വേണമെങ്കിൽ സ്വപ്നത്തെ കണ്ട് ഭ്രമിക്കാം. മനസ്സിലായി? ഈ ദൃഷ്ടാന്തമാണ് ഇവിടെ ഇല്ല, ഇനി മറ്റു സ്ഥലങ്ങളിൽ തരിക, നമ്മൾ കാണത്തില്ല. എന്നിട്ട് പറയാണ് സത്യാനൃതേ, സത്യാനൃത വസ്തുക്കൾ തമ്മിൽ മിഥുനീകരണം ഏകത്വം പ്രാപിച്ചും കൊണ്ട് എന്ത് വേണ്ട? അഹമിതം. അഹമിതം എന്ന് ബുദ്ധി എവിടെയാ? ശരീരത്തില്. ശരീരം ജഡമാണ്, അഹമാര ചേതനാണ്. ഇവ തമ്മിൽ താതാത്മ്യ അധ്യാസം നടന്നുകൊണ്ടാണ് ഞാൻ എന്നുള്ള ബുദ്ധി ശരീരത്തിൽ വന്നത്. അപ്പൊ ഞാൻ എന്നുള്ള ബുദ്ധിക്ക് കാരണം എന്താ? സംസ്കാരത്തിന് കാരണമാണ് യഥാർത്ഥ ജ്ഞാനം. യഥാർത്ഥ ജ്ഞാനത്തിന് കാരണമാണ് യഥാർത്ഥ സംബന്ധം. ഇവിടെ സംബന്ധം യഥാർത്ഥമാണോ? ഇല്ല. പിന്നെ എങ്ങനെ വന്നു? മിഥ്യാജ്ഞാന നിമിത്ത. മിഥ്യാജ്ഞാന നിമിത്തമായിട്ട് യുഷ്മദസ്മദ അർത്ഥങ്ങൾ തമ്മിൽ അനാദ്യ അധ്യാസം നടന്നിട്ട്, ഇവിടെ വിശദീകരണമില്ല. ഈ യുഷ്മദസ്മദ അർത്ഥങ്ങൾ, ഇവിടുത്തെ യുഷ്മദ അർത്ഥങ്ങൾ ആദ്യത്തേത് അവിദ്യയാണ്. എല്ലാ യുഷ്മദ അർത്ഥങ്ങളെയും അനാദ്യമായിട്ട് അധ്യസിക്കത്തില്ല. ठीक है. ഇതും ബഹുജീവവാദത്തിലെ ദൃഷ്ടി വാദിച്ചുകൊണ്ട്, സൃഷ്ടിവാദിക്ക് പ്രക്രിയ വേറെ തന്നെ വരും. അപ്പം അഹമിതം, മമയിതം എന്നുള്ളത് സംസർഗ അധ്യാസമാണ്. അഹമിതം എന്നുള്ളത് സ്വരൂപാധ്യാസം നടന്നിരിക്കുകയാണ്. നൈസർഗികോയം, നൈസർഗിക എന്നുള്ളത് കൊണ്ട് ടീക്കയിൽ പറയും സ്വാഭാവികം എന്ന് അർത്ഥം എടുക്കുക, പക്ഷേ സംസ്കാര നിമിത്തം എന്ന് എടുക്കും. അപ്പൊ നിമിത്തമായിരിക്കും സംസ്കാരമുണ്ട്. 3 ചോദ്യമായിരുന്നു ടീക്കയിൽ വന്നത്. നാസ്തി, അധ്യാസം നാസ്തി എന്ന് പറയാൻ കാരണം അതിന് അയുക്തതയുള്ളത് കൊണ്ടാണോ, കാരണമില്ലാത്തത് കൊണ്ടാണോ, ഭാസിക്കാത്തത് കൊണ്ടാണോ? അയുക്തമാണെന്ന് പറയാൻ ഞങ്ങൾക്ക് ശരിയാണ്, അയുക്തമാണത്. കാരണം ഒരിക്കലും താതാത്മ്യം വരാൻ പാടില്ലായിരുന്നു. പിന്നെ താതാത്മ്യം എന്തുകൊണ്ടാണ് വന്നത്? അവിദ്യ കൊണ്ട്. അവിടെ അവിദ്യ എന്നുള്ളത് ഒരു ഉപകരണമാണോ താതാത്മ്യം ഉണ്ടാക്കാൻ? അല്ല. താതാത്മ്യം അനുഭവപ്പെടുന്നത് കൊണ്ട് ആ അജ്ഞാനിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഒരു അജ്ഞാനത്തെ മുൻനിർത്തി എന്നുള്ളൂ. ഇതല്ല വേദാന്ത സിദ്ധാന്തം. വേദാന്ത സിദ്ധാന്തത്തിൽ അധ്യാസം നടന്നിട്ടേ ഇല്ല. എന്തുകൊണ്ടാ? അതിനുള്ള യോഗ്യതയേ ഇല്ല. ഇതാണ് ജ്ഞാനിയുടെ അവസ്ഥ. ഈ അവസ്ഥയിൽ വെച്ചിട്ട് വേണം കാര്യം മനസ്സിലാക്കാൻ. മനസ്സിലായോ? ഇതിന്റെ ഇടയിൽ ഒരു പൂജ നടത്തി കഴിഞ്ഞാൽ ഇത് ശരിയാവും വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കൂല. ഇതിന്റെ ട്രാക്കിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കണം. ഓക്കെ. എന്താണ് നൈസർഗോയം ലോക വ്യവഹാര? നമ്മൾ പെട്ടെന്ന് കാണുന്ന ഒരു ലോക വ്യവഹാരം എന്ന് എടുക്കും. ഇത് ലോകം എന്നുള്ളത് സംസർഗ അധ്യാസവും വ്യവഹാരം എന്നുള്ളത് ജ്ഞാനാധ്യാസവുമാണ്. അപ്പോൾ ജ്ഞാനാധ്യാസവും അർത്ഥാധ്യാസവും സനിമിത്തകമായിക്കൊണ്ട്, നിമിത്തം എന്താണ്? സാദൃശ്യാദി. ഇതാണ് നൈസർഗികം എന്ന് പറയുന്നത്. ഇങ്ങനെ അധ്യാസം മുൻനിർത്തിക്കൊണ്ട് അഹമിതം മമയിതം എന്നുള്ള രീതിയിൽ ജ്ഞാനാധ്യാസവും അർത്ഥാധ്യാസവും വരുന്നുണ്ട്. ജ്ഞാനാധ്യാസം ഉണ്ടെങ്കിൽ അതിന്റെ വിഷയം ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ അർത്ഥാധ്യാസം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ടീക്ക നോക്കുക. ഏത് അനുരോധാത് ആദൗ യദ്യഭീതി പഠിത്തവ്യം. ഇതിനെ അനുസരിച്ച് എന്ന് പറഞ്ഞാൽ തഥാപി എന്ന് മുന്നോട്ടേക്കുള്ള ഭാഷം തുടങ്ങിയത് കൊണ്ട് യദ്യപിയുടെ അടുത്ത പദമാണ്. അങ്ങനെയാണെങ്കിലും ഇങ്ങനെ എന്ന് പറയത്തില്ലേ? ഇതാണ് തഥാപി എന്നുള്ളത് കൊണ്ട് മുമ്പ് തുടങ്ങിയ ഭാഷം തുടങ്ങിയത് തന്നെ യദ്യപി യുഷ്മദസ്മപ്രത്യ ഗോചര്യോഹ വിഷവിഷ്ണോ തമപ്രകാശവ വിരുദ്ധ സ്വഭാവയോർ എന്നുള്ള ഭാഗം യദ്യപി ഉണ്ടെന്ന് മനസ്സിലാക്കുക.
അധ്യാസസ്യ അസംഗ സ്വപ്രകാശ ആത്മനി അയുക്തത്വം അലങ്കാര ഇതി ഭാവ. ആത്മാവിന് അലങ്കാരമാണ് പോലും. എന്ത്? അധ്യാസസ്യ അസംഗ സ്വപ്രകാശാത്മനി അയുക്തത്വം. അധ്യാസസ്യ അയുക്തത്വം അലങ്കാരമേവ. സ്വപ്രകാശനായിരിക്കുന്ന അസംഗനായിരിക്കുന്ന ആത്മാവിൽ അധ്യാസം അയുക്തമാണെന്നുള്ളത് അലങ്കാരമാണ് പോലും. ഇതിന്റെ മനസ്സിലായോ എന്താണ്? ഇതിനെ അലങ്കരിച്ചു വെക്കാനെന്നല്ല പറയുന്നത്, അത് ശരിയാണെന്നാണ്. അസംഗനാണ്, ഒന്നുമായിട്ട് സംഘമില്ല, പിന്നെ എവിടെ നിന്നാണ് അധ്യാസം വരിക? അതുകൊണ്ട് അധ്യാസം അയുക്തമെന്ന് അധ്യാസം അയുക്തമാണെന്ന് പറയുന്നത് ശരിയാണ്, അലങ്കാരമാണ്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. മാത്രമല്ല സ്വയം പ്രകാശാത്മാവാണ്. ഇതെന്തുകൊണ്ടാണ് സ്വയം പ്രകാശാത്മാവിൽ അധ്യാസം അയുക്തമാണെന്ന് ശരിയാണെന്ന് പറയാൻ കാരണം? അധ്യാസം നടക്കണമെങ്കിൽ പ്രകാശാഭാവം നടക്കണം, വസ്തു പ്രകാശിപ്പിക്കാൻ പാടില്ല. കയറായിട്ട് പ്രകാശിച്ചിരുന്നുവെങ്കിൽ സർപ്പാധ്യാസം നടക്കത്തില്ലായിരുന്നു. അപ്പോൾ അധ്യാസത്തിന് കാരണമാണ് വസ്തു പ്രകാശിക്കുന്നില്ല എന്നുള്ളത്, ഇത് സ്വരൂപത്തിൽ പ്രകാശിക്കുന്നില്ല എന്നുള്ളത്. സ്വയം പ്രകാശാത്മാവിൽ പ്രകാശഭാവം പറയാൻ പറ്റുമോ? പറ്റത്തില്ല. പിന്നെ അതുകൊണ്ട് പ്രകാശഭാവം ഇല്ല, പ്രകാശമാണ് ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് പ്രകാശാഭാവം എന്നുള്ള അധ്യാസത്തിന്റെ കാരണമില്ല. പിന്നെ എവിടുന്ന് അധ്യാസം നടക്കുക? അധിഷ്ഠാനത്തിന്റെ അജ്ഞാനം അധ്യാസം പ്രതി കാരണമാണ്. അധ്യാസം സ്വയം പ്രകാശനായ സ്ഥിതിക്ക് അജ്ഞാനം വരത്തേ ഇല്ല. പിന്നെ എവിടുന്നാണ് മറ്റു വസ്തുക്കളെ കൊണ്ടുവച്ച് അധ്യസിക്കാൻ പറ്റുക? അതുകൊണ്ട് അധ്യാസം നടക്കത്തില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഇനി ആരാണോ കർമ്മ ഉപാസനാദികളിലൂടെ അജ്ഞാനം നഷ്ടപ്പെടുത്താം, നമുക്ക് കുറച്ച് അങ്ങ് ചെയ്തേക്കാം, ബുദ്ധന്റെ കൂടെ പോയിട്ട് കുറച്ച് ഉപാസന പഠിച്ചു വരാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത്, അവർക്ക് ശാങ്കര ഭാഷ അറിയത്തില്ല എന്നാണ്. ആരാന്ന് പറയുന്നില്ല, അത് ആരാണ് ഇങ്ങനെ കണക്കാക്കി വെച്ചിരിക്കുന്നത്, അവർക്കറിയാലോ ഞാനാണെന്നുള്ളത്. അവർക്ക് അവിടെ പറഞ്ഞത് നിങ്ങൾക്ക് ശാങ്കര ഭാഷ അറിയത്തില്ല, ശാങ്കര ഭാഷത്തിന്റെ പ്രമേയമല്ലത്. അതുകൊണ്ട് തന്നെ ഉപാസന കൊണ്ട് ലക്ഷ്യത്തിലെത്തൂല എന്ന് പറഞ്ഞാൽ ചാടിക്കളിക്കുന്നുണ്ടെങ്കിൽ ആലോചിച്ച് കൊള്ളുക, ശാങ്കര ഭാഷ അറിയത്തില്ല. ഉപാസന കാരണമല്ലേ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും കാരണമാണ്. കാരണം നിങ്ങൾ പറയുന്നുണ്ട് സർവാപേക്ഷാതി യജ്ഞാതി സുരതരസ്യവത്. പിന്നെ എന്തുകൊണ്ടാണ് കാരണമല്ലെന്ന് പറയുന്നത്? അതല്ല ലക്ഷ്യത്തിലെത്തിക്കുന്നത്, ലക്ഷ്യത്തിലെത്തിക്കുന്ന പ്രമാണമാണ്. ആ പ്രമാണത്തിൽ നിന്ന് പ്രമേയ ഉത്പന്നമാവാൻ അന്ധക്കരണം ശുദ്ധമാവണം. ആ അന്ധക്കരണ ശുദ്ധിക്ക് മാത്രമാണ് ഉപാസനാദികൾ കാരണമാകുന്നത്. ആ രീതിയിൽ പരമ്പരാ കാരണത്വം ഈ ഉപാസനയിൽ മുഖ്യമായിട്ട് ശ്രദ്ധിക്കുന്ന ആൾക്കാര് പരമ്പരാ കാരണത്വത്തെ ഒഴിവാക്കിയിട്ട് മുഖ്യ കാരണത്വം കൊണ്ടുവയ്ക്കും. അവിടെയാണ് പറയുന്നത് കാരണാവത്തില്ലെന്ന്. അപ്പം പിടി കിട്ടുന്നുണ്ടോ? പിന്നെ ദ്വിതീയ പ്രസംഗം എന്താ? ഇതിപ്പോൾ ഓടുന്നതേ 2 പങ്ക്തി മുന്നക്കാണ്. കിം അധ്യാസസ്യ നാസ്തിത്വം അയുക്തത്വാത് അഭാനാതുവാ കാരണാഭാവാതുവാ. രണ്ടാമത്തെ വന്നിരിക്കുകയാണ് അയുക്തത്വാത്. മൂന്നാമത്തെ നമ്മൾ ഇവിടെ കാണത്തില്ല, മൂന്നാമത്തെ നിങ്ങൾ അടുത്ത പേജിലേ കാണത്തുള്ളൂ. അടുത്ത പേജിൽ ടീക്കയിൽ 3ാമത്തെ പങ്ക്തിയിൽ കാണാം സംസ്കാരം കാരണമാണെന്ന്. നൈസർഗിക ശബ്ദം കൊണ്ട് സംസ്കാരത്തിൽ. അന്നപ്പോൾ മൂന്നും എന്തിനാ പറയുന്നത് പറഞ്ഞാല് 3ാമത്തത് എവിടെയാന്നുള്ള തെരഞ്ഞെടുക്കലേ ഉണ്ടാകത്തുള്ളൂ, കിട്ടത്തുണ്ടാകത്തില്ല. അതുകൊണ്ട് ആദ്യം പറഞ്ഞു കഴിഞ്ഞാല് എഴുതിക്കും. എന്നാ ദ്വിതീയ പ്രസംഗമായിരുന്നു അഭാനാത്. പറയാണ് അയം നൈസർഗികോയം ലോക വ്യവഹാര എന്ന് പറഞ്ഞതർത്ഥം സാദൃശ്യാദി കാരണജന്യമായിട്ട് ഇവിടെ അധ്യാസം കാണുന്നുണ്ട്, അർത്ഥാധ്യാസമുണ്ട്, ജ്ഞാനാധ്യാസമുണ്ട് എന്ന് അനുഭവത്തെ കാണിച്ചു. ആയതിനാൽ അനുഭവം ഇല്ലാത്തതിനാൽ അധ്യാസം ഇല്ല എന്നല്ല. അനുഭവമുണ്ട്. ഇതിനെന്തുകൊണ്ട് അധ്യാസം നടക്കൂല എന്ന് പറഞ്ഞത്? ഞങ്ങളതിന് അധ്യാസം നടക്കൂല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പൂർവപക്ഷിയല്ലേ പറഞ്ഞത് അധ്യാസം നടക്കൂല. അജ്ഞഃ കർത്ത മനുഷ്യോഹമിതി പ്രത്യക്ഷ അനുഭവാത് അധ്യാസസ്യ അഭാനം അസിദ്ധമിത്യർത്ഥ. അധ്യാസത്തിന്റെ ഭാനം നടക്കുന്നില്ല എന്നുള്ളത് ശരിയല്ല, നടക്കുന്നുണ്ട്. എവിടെയാ? അഹം കർത്ത, ഞാൻ കർത്താവാകുന്നു. അഹമാരാ? ചേതനാണ്. ചേതൻ കർത്താവാകുക? ഇല്ല, ഒരിക്കലും പാടില്ല. കാരണം അവൻ അസംഗാത്മസ്വരൂപനാണ്. കർത്തൃത്വം എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ ചേതനൻ സംഘമുള്ളവനായി, സംഖ്യയായി. സംഖ്യയല്ല കേട്ടോ, സംഖി. അത് സംഖി, ഇത് സംഖി. അജ്ഞഹ, ഞാൻ അജ്ഞനാകുന്നു. ഇവിടെ ഏതിന്റെ സംബന്ധം? അജ്ഞഹ എന്നുള്ള സ്ഥലത്ത് ഏതിന്റെ സംബന്ധമാണ് ആത്മാവിലുള്ളത്? വേണ്ട, അജ്ഞാനത്തിന്റെ സംബന്ധം ഉള്ളത് കൊണ്ട് അജ്ഞനായി. കർത്തൃത്വ സംബന്ധം ഉണ്ടെങ്കിൽ കർത്താവായി. മനുഷ്യത്വ സംബന്ധം ഉണ്ടെങ്കിൽ മനുഷ്യനായി. അജ്ഞ കർത്ത മനുഷ്യോഹം ഇതി പ്രത്യക്ഷാനുഭവം. പ്രത്യക്ഷാനുഭവം എന്നുള്ള ഓരോരുത്തർക്കും സ്വന്തം അനുഭവമുണ്ട്. കണ്ടു നിൽക്കുന്ന അനുഭവമല്ല, സാക്ഷി പ്രത്യക്ഷമായിരിക്കുന്ന അനുഭവം ഉള്ളതിനാൽ അധ്യാസസ്യ
അഭാനം അസിദ്ധം ഇത്യർത്ഥ. അധ്യാസത്തിന്റെ ഭാനം നടക്കത്തില്ല എന്നുള്ളത് അസിദ്ധമാണ്, എന്നാൽ അധ്യാസത്തിന്റെ ഭാനം നടക്കുന്നുണ്ട്. നചൈതം പ്രത്യക്ഷം കർത്തൃത്വാദോ പ്രമേതി. പൂർവക്ഷി പറയാണ് ഈ പ്രത്യക്ഷമേ കർത്തൃത്വാദോ പ്രത്യക്ഷം ഭ്രമ, കർത്തൃത്വാദികളുടെ കാര്യത്തിൽ പ്രത്യക്ഷം ഭ്രമയാകുന്നു. ഇതിനജവാച്യം എന്ന് പറയരുത്. എന്തുകൊണ്ടാ? ഔപരിഷതിയാൽ നിർദോഷേണ ഉപക്രമാദി ലിംഗ അവധൃത താത്പര്യേണ ച തത്വമസ്യാദി വാക്യേന അകർത്തൃത്വ ബ്രഹ്മബോധനേന അസ്യ ബ്രഹ്മത്വ നിശ്ചയാത്. അപുരുഷേണ നിർദോഷേണ തത്വമസ്യാദി വാക്യേന അസ്യ ബ്രഹ്മത്വ നിശ്ചയാതെന്ന് കൂടി ചേർത്താൽ മതി. ഔപരിഷയമായത് കൊണ്ട് തന്നെ പുരുഷ ബുദ്ധി പ്രഭവം അല്ലാത്തതിനാൽ പുരുഷ ബുദ്ധിയാൽ സംഭവിക്കാവുന്ന ഒരു ദോഷവും വൈദിക വാക്യത്തിലില്ല. അതുകൊണ്ടാണ് ഔപരിഷം എന്ന് പറഞ്ഞു നിർത്തുന്നത്. പുരുഷ പ്രതിപാദിതമല്ല, എന്നാൽ പുരുഷനായിരിക്കുന്ന പരമാത്മാവിനാൽ ഗ്രഹിക്കപ്പെട്ടതല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങയുടെ ബുദ്ധിപൂർവമായിരിക്കുന്ന ഒരു സൃഷ്ടിയല്ല വേദം. വേദം അതേ സ്വരൂപത്തിൽ അനാദിയാണ്. ജഗത്തിനെ സൃഷ്ടിക്കുമ്പോൾ ജഗതന്തർഭൂതമായിരിക്കുന്ന ശബ്ദാത്മകമായിരിക്കുന്ന വേദത്തെ സൃഷ്ടിക്കാന്നല്ലാതെ ബുദ്ധിപൂർവമായിട്ട് ഒരു മാറ്റവും അതിന് ചെയ്യാൻ പറ്റത്തില്ല. ആയതിനാൽ എന്തായി? നിർദോഷമാണ്, ഒരു ദോഷവും അവിടെ ഇല്ല. ഒന്ന്. രണ്ടാമത്തത് ഉപക്രമ ഉപസംഹാരാദി താത്പര്യഗ്രാഹക ലിംഗങ്ങളിലൂടെയാണ് അർത്ഥത്തിന്റെ നിശ്ചയം നടത്തുന്നത്. അർത്ഥനിശ്ചയം നടത്തുന്ന ആ അർത്ഥത്തെ എന്താണോ പ്രതിപാദിക്കുന്നത് ആ താത്പര്യത്തെ ഗ്രഹിക്കണ്ടേ. അതായത് വാക്യാർത്ഥജ്ഞാനം പ്രതി താത്പര്യജ്ഞാനം, വക്തുരിച്ച താത്പര്യം, താത്പര്യജ്ഞാനം. കാരണം ഇവിടെ ഇപ്പോൾ വക്താവില്ല, വേദത്തിന് വക്താവില്ല. അപ്പൊ ഈശ്വരൻ വക്താവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, ബുദ്ധിപൂർവകമായിട്ട് ശബ്ദപ്രയോഗം നടത്തുമ്പോഴേ വക്താവാകത്തുള്ളൂ. ഈ വേദത്തിന് ബുദ്ധിപൂർവമായിരിക്കുന്ന ഒരു ആഖ്യാനം ഈശ്വരൻ നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഈശ്വരൻ ഇതിന്റെ വക്താവല്ല. അതുകൊണ്ട് ഈശ്വരന്റെ ബുദ്ധി അറിയുക എന്നുള്ളത് താത്പര്യഗ്രഹണമായിട്ട് ഗണിക്കുന്നില്ല. പക്ഷെ താത്പര്യഗ്രഹണം നടന്നിട്ടില്ലെങ്കിൽ ശബ്ദബോധം ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ താത്പര്യം എന്നുള്ളത് എന്താണ്? അത് ആ ശ്രുതി ബോധിപ്പിക്കുന്ന ഏതൊരു അർത്ഥമാണോ അതാണ് താത്പര്യാർത്ഥം. എത്ര ശബ്ദാർത്ഥ എന്ന് പറയും. ആ താത്പര്യാർത്ഥത്തെ ഗ്രഹിക്കേണ്ട സമയത്ത് ലക്ഷണയാലോ എന്താണ് ശക്തിയാലോ ഗ്രഹിക്കാം. വാച്യത്തെ ഗ്രഹിക്കുകയാണെങ്കിൽ ശക്തി, ലക്ഷ്യത്തെ ഗ്രഹിക്കുകയാണെങ്കിൽ ലക്ഷണ. ഇത് രണ്ടും ഉപയോഗിച്ചിട്ടാണ് ശബ്ദത്തിന്റെ താത്പര്യത്തെ ഗ്രഹിക്കുന്നത്. അവിടെ അത് മാത്രം പോരാ, പിന്നെ ഉപക്രമ ഉപസംഹാര അഭ്യാസ പൂർവ്വതഫലം അർത്ഥവാദ ഉപത്തിച്ച് ലിംഗം താത്പര്യ നിർണയേ എന്നുള്ള പൂർവ്വമീമാംസ സൂത്രത്തിനനുസരിച്ച് താത്പര്യഗ്രാഹകളായിരിക്കുന്ന ഉപക്രമ ഉപസംഹാരം 1, അഭ്യാസം 2, അപൂർവത 3, ഫലം 4, അർത്ഥവാദം 5, ഉപപത്തി 6 ഇങ്ങനെ ഇരിക്കുന്ന ലിംഗങ്ങളിലൂടെയാണ് ശബ്ദത്തിന്റെ താത്പര്യത്തെ നിശ്ചയിക്കുന്നത്. താത്പര്യത്തെ നിശ്ചയിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ താത്പര്യാർത്ഥത്തെ ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. ഇതിനെ ചെറിയ രീതിയിൽ പറയുന്നുള്ളൂ. ഉപക്രമാദി ലിംഗ അപധൃത താത്പര്യമാണ്. ലിംഗത്താൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന, ഉപക്രമാദി ലിംഗങ്ങളാൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന താത്പര്യം. ഏതിന്റെ താത്പര്യ? ശബ്ദത്തിന്റെ താത്പര്യം. താത്പര്യാണ് ച തത്വമസ്യാദി വാക്യേന. ഇവിടെ പറഞ്ഞില്ല ഔപരിഷയമായ നിർദോഷേണ കേന വാക്യേന തന്നെ വെച്ചുകൂടാ. ഔപരിഷയമായിരിക്കുന്ന നിർദോഷ വാക്യത്താൽ, ഏത്? തത്വമസ്യാദി വാക്യങ്ങളാൽ അകർത്തൃത്വ ബ്രഹ്മത്വ ബോധനേന, അകർത്താവായിരിക്കുന്ന ബ്രഹ്മത്തിന്റെ ബോധനം നടക്കുന്നതിനാൽ, ഏതിനാൽ? നിർദോഷവാക്യത്താൽ. അസ്യ ബ്രഹ്മത്വം നിശ്ചയാത്, ഇതിൽ ബ്രഹ്മത്വം നിശ്ചയിക്കപ്പെടും. ഏതില്? കർത്താഹമെന്നുള്ള ജ്ഞാനം ബ്രഹ്മമാണെന്ന് നിശ്ചയിക്കാൻ പറ്റും. കാരണം കർത്ത നിത്യശുദ്ധ ബുദ്ധിമുക്ത സ്വരൂപനായിരിക്കുന്ന ആത്മാവാണെന്ന് ശ്രുതി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഞാൻ കർത്താവല്ലാത്ത ശുദ്ധ ബ്രഹ്മസ്വരൂപം. ഇനിയിപ്പോൾ ഇവിടെ ലോകത്ത് ഞാൻ കർത്താവാണെന്ന് ബുദ്ധി ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. എന്നുവെച്ചാ ജ്യേഷ്ഠ പ്രത്യക്ഷ വിരോധാത്, അതായത് പ്രമാണങ്ങളിൽ തന്നെ ജ്യേഷ്ഠ പ്രമാണമാണ് പ്രത്യക്ഷം. പ്രത്യക്ഷാനന്തരം മാത്രമേ അനുമാനാഗമാദികളുടെ പ്രവൃത്തി ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പൂർവപക്ഷി വെക്കുന്ന ഒരു ന്യായമാണ് ജ്യേഷ്ഠത്വാത് പ്രാബല്യം എന്നുള്ളത്. ഓക്കെ, ജ്യേഷ്ഠമായിരിക്കുന്ന പ്രതിഷ്ഠം, ജ്യേഷ്ഠത്തിന്റെ അർത്ഥമാണ് പ്രതിഷ്ഠം, ജ്യേഷ്ഠ പ്രമാണമാണ് പ്രത്യക്ഷം. ജ്യേഷ്ഠ പ്രത്യക്ഷ വിരോധാത്, ജ്യേഷ്ഠ പ്രമാണമായിരിക്കുന്ന പ്രത്യക്ഷ പ്രമാണമായിട്ട് വിരോധമുള്ളതിനാൽ ആർക്ക്? ആഗമത്തിന്. ഓക്കെ, ആഗമ വിരോധാത് ആഗമജ്ഞാനസ്യൈവ ബാധയിച്ച് ഇതി, ആഗമജ്ഞാനത്തിനാണ് ബാധ വരിക. കാരണം ജ്യേഷ്ഠ പ്രമാണത്താൽ കനിഷ്ഠ പ്രമാണജ്ഞാനം ബാധിക്കപ്പെടണം. ഇത് പൂർവപക്ഷിയുടെ ന്യായമാണ്. ഇതി നചവാച്യമെന്ന് സിദ്ധാന്തി ഖണ്ഡിക്കുകയാണ്. അങ്ങനെ പറഞ്ഞാലുള്ള ദോഷം കാണിച്ചു തരാം. ദേഹാത്മവാദ പ്രസംഗാത്, ഇങ്ങനെ മാനിച്ചു കഴിഞ്ഞാൽ ദേഹം ആത്മാവെന്ന് മാനിക്കുന്ന ചാർവാക മതം കയറി വരും. പൂർവപക്ഷി പൂർവമീമാംസകനാണെന്നിരിക്കെ അവന് ശരീരത്തിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന ആത്മാ സിദ്ധമാണ്. ശരീരത്തിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന ആത്മാ സിദ്ധമല്ലെങ്കിൽ സ്വർഗാദികൾ പ്രാപിക്കാനായിട്ടുള്ള യാഗാദികളുടെ നിരൂപണം നടത്തുന്ന വൈദിക വാക്യം അപ്രമാണമായി പോകും. അത് അവന് ഇഷ്ടമല്ല.
ഇതാണ് വിശദീകരിക്കുന്നത്. ഏത് ദേഹാത്മവാദ പ്രസംഗത്തെയാണ് വിശദീകരിക്കുന്നത്. മനുഷ്യോഹമിതി പ്രത്യക്ഷ വിരോധേന അഥായം അശരീര ഇത്യാദി ശ്രുതിയ വിരോധ വിരോധ ദേഹാത് അന്യാത്മാ സിദ്ധേഹേ. അന്യ എന്നാണ്, അത്യ എന്നല്ല. ദേഹാത് അന്യാത്മാ സിദ്ധേഹേ അഥായം അശരീര ഇത്യാദി ശ്രുത്യ മനുഷ്യോഹമിതി പ്രത്യക്ഷ വിരോധനം തലതിരിച്ചിട്ടാൽ ഇത് തന്നെയാണ് നടക്കുന്നത്. മനുഷ്യോഹം എന്നുള്ള പ്രത്യക്ഷം ഏതായിട്ട് വിരോധം ചെയ്തു? അഥായം അശരീര എന്നുള്ള ശ്രുതിയായിട്ട് വിരോധം ചെയ്തു. ശ്രുതി പറയുന്നത് ഈ ശരീരരഹിതനാണ് ആത്മാ എന്നാണ്. അശരീരം ഭാവസന്തം പ്രിയാ പ്രിയന സ്പൃശത എന്നൊക്കെ ചാന്തോക്യത്തിൽ വരും. പക്ഷേ പ്രശ്നം എന്താ? ആ ശ്രുതിക്ക് വിരോധമുണ്ട് മനുഷ്യോഹം എന്നുള്ള പ്രത്യക്ഷം. അപ്പൊ നിങ്ങൾക്ക് പ്രത്യക്ഷ പ്രമാണം ബലവാനാണെങ്കിൽ അഥായം അശരീര എന്നുള്ള ശ്രുതിയെ ബാധിച്ചും കൊണ്ട് പ്രത്യക്ഷം പ്രമാണമാവും. അങ്ങനെയാണെങ്കിൽ മനുഷ്യോഹം എന്നുള്ള പ്രത്യക്ഷവും പ്രമാണമായി കഴിഞ്ഞാൽ ദേഹത്തെ ആത്മാ എന്ന് മാനിക്കേണ്ടി വരും. അങ്ങനെയുള്ള സ്ഥിതിക്ക് ദേഹാത് അന്യ ആത്മാസിദ്ധേഹേ, ദേഹത്തിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന ആത്മാസിദ്ധമല്ലാതെ പോകും. ഇവിടെ ഇത്രയും മാത്രമല്ല ദോഷം. ദേഹത്തെ ഭിന്നമായിരിക്കുന്ന ആത്മസിദ്ധമല്ലെങ്കിൽ സ്വർഗാദി ഗമനത്തിന് വേണ്ടിയുള്ള യാഗാദി വിധിയും അപ്രമാണമായി പോകും. അതുകൊണ്ട് എന്ത് വേണം? തസ്മാത് ഇതം രജതമിതിവത് സമാനാധികരണ പ്രത്യക്ഷസ്യ ബ്രഹ്മത്വ ശങ്ക കളങ്കിതസ്യ ന ആഗമാത് പ്രാബല്യം ഇത്യാസ്തേയം. തസ്മാത് എന്നുള്ളത് കൊണ്ട് ദേഹാത്മവാദം നിനക്കിഷ്ടമല്ല എന്നുള്ളതിനാൽ, ആരോടാ പറയുന്നത്? പൂർവമീമാംസകരോടാണ്. രജതമിതിവത്, അതായത് ശുക്തിയില് രജതം കാണുന്ന സമയത്ത് ഇതം രജതം എന്നാണ് ബോധമുള്ളത്. അതിനുശേഷമാണ് നേതം രജതം എന്നുള്ള ജ്ഞാനം ഉണ്ടാകുന്നത്. ജ്യേഷ്ഠ പ്രത്യക്ഷം പ്രമാണമായി കഴിഞ്ഞാല് ഇതം രജതം എന്നുള്ള ജ്ഞാനം പ്രമാണമാവേണ്ടി വരും. അങ്ങനെ അല്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞത് ഇതം രജതം ഇരുപത് സാമാനാധികരണ പ്രത്യക്ഷസ്യ. ഇതം എന്നുള്ളത് സാമാനാധികരണ പ്രത്യക്ഷമാണ്, പക്ഷെ അത് ബ്രഹ്മമാണ്. ജ്യേഷ്ഠനായിട്ട് പോലും ബ്രഹ്മമാണ്. നേതം രജതം എന്നുള്ളതാണ് യഥാർത്ഥ ജ്ഞാനം. അതിനാൽ ഇതം രജതം ജ്യേഷ്ഠനായിട്ട് പോലും ബാധിക്കപ്പെടുന്നത് പോലെ സാമാനാധികരണ പ്രത്യക്ഷസ്യ അഹം കർത്ത മനുഷ്യോഹം എന്നുള്ള സാമാനാധികരണ പ്രത്യക്ഷവും ബ്രഹ്മത്വ ശങ്ക കലങ്കിതമായതിനാൽ, ബ്രഹ്മത്വ ശങ്കായുക്തമായതിനാൽ ആഗമാത് പ്രാബല്യം, ആഗമത്തേക്കാൾ പ്രാബല്യം പ്രബലത പ്രത്യക്ഷത്തിന് ഉണ്ടാവത്തില്ല എന്ന് ആസ്തയം സ്വീകരിച്ചേ പറ്റത്തുള്ളൂ. കിഞ്ച മാത്രമല്ല, ജ്യേഷ്ഠത്വം പൂർവഭാവിത്വം വാ ആഗമജ്ഞാനം പ്രത്യുപജീവ്യത്വം വാ. ജ്യേഷ്ഠത്വത്തിന്റെ അർത്ഥം എന്താ? കിം നാമ ജ്യേഷ്ഠത്വം? ജ്യേഷ്ഠത്വം പൂർവഭാവി, മുമ്പ്, അതായത് ആഗമം ജനിക്കുന്നതിന് മുന്നേ പ്രത്യക്ഷം ഉള്ളതിനാൽ പ്രത്യക്ഷം ജ്യേഷ്ഠനായോ, അഥവാ ആഗമജ്ഞാനം പ്രത്യക്ഷത്തെ ആശ്രയിക്കുന്നത് കൊണ്ട് ഉപജീവനം നടത്തുന്നുകൊണ്ട്, ഇങ്ങനെ ഉപജീവനം നടത്തുമ്പോൾ ഉപജീവമായി പ്രത്യക്ഷം, ഉപജീവകനായി ആഗമം, ഈ രീതിയിൽ ജ്യേഷ്ഠത്വം വന്നതാണോ? ആദ്യപക്ഷം എന്താ? പൂർവഭാവിത്വ ജ്യേഷ്ഠത്വം. ആഗമം വേണമെങ്കിൽ ആദ്യം പ്രത്യക്ഷം വേണം. ആദ്യേ ന പ്രാബല്യം. എന്തുകൊണ്ടാ? ജ്യേഷ്ഠസ്യാദി രജത ബ്രഹ്മസ്യ പശ്ചാത്ഭാവിന ശുക്തിജ്ഞാനേന ബാധദർശനാത്. രജതഭ്രമം, അതായത് ഇതം രജതം, ശുക്തിയിലെ രജതജ്ഞാനമാണ് ഇതം രജതം എന്നുള്ള ഭ്രമം. അതുണ്ടായ ശേഷം മാത്രമാണ് എന്ത് വരുന്നത്? നേതം രജതം എന്നുള്ള ഭ്രമ വരുന്നത്. ഇവിടെ ജ്യേഷ്ഠജ്ഞാനമായതിനാല് ഇതം രജതം എന്നുള്ള ഭ്രമം പ്രബലമാവുമോ? തല എങ്ങോട്ട് വെട്ടണമെന്ന് അറിയത്തില്ലല്ലേ, അവിടെ ഇരുന്നോ. ജ്യേഷ്ഠസ്യാദി രജതഭ്രമസ്യ, രജതഭ്രമം ജ്യേഷ്ഠജ്ഞാനമാണെങ്കിൽ പോലും പശ്ചാത്ഭാവിന ശുക്തിജ്ഞാനേന ബാധദർശനാത്, ഭ്രമജ്ഞാനത്തിന് ശേഷം വന്നിരിക്കുന്ന ശുക്തിജ്ഞാനത്താല് ഭ്രമജ്ഞാനം ജ്യേഷ്ഠനായിട്ട് പോലും ബാധിക്കപ്പെടുന്നുണ്ട്. ആയതിനാൽ ജ്യേഷ്ഠത്വം പൂർവഭാവിത്വം എന്നുള്ളത് ശരി തന്നെ, പക്ഷെ അത് പ്രബലമാവത്തില്ല. ദ്വിതീയ പക്ഷം എന്താ? ആഗമം പ്രതി ആശ്രയമായതുകൊണ്ട് ജ്യേഷ്ഠത്വം പറയാണ്, അത് ശരിയാണ്. ആഗമജ്ഞാനോത്പത്തോ പ്രത്യക്ഷാദി മൂല വൃദ്ധ വ്യവഹാരേ സംഗതിഗ്രഹദ്വാര ശബ്ദ ഉപലബ്ധിദ്വാരാ ച പ്രത്യക്ഷാദിർ വ്യാവഹാരിക പ്രാമാണ്യസ്യ ഉപജീവ്യത്വേവി താത്വിക പ്രാമാണ്യസ്യ അനപേക്ഷത്വാത്. ഇവിടെ ഒരു പ്രക്രിയ തന്നെ അവതരിപ്പിക്കണം. അതായത് ശക്തിഗ്രഹോ വ്യാകരണോപമാന കോശാപ്തവാക്യാ വ്യവഹാരശ്ച വാക്യ സശേഷ വിവൃതിർ വദന്തി സാന്നിധ്യത സിദ്ധപദസ്യ വൃദ്ധാഹ എന്നൊരു കാരികയുണ്ട്. അതായത് ശക്തിജ്ഞാനം എങ്ങനെ സംഭവിക്കും? ഈ ശബ്ദഖണ്ഡം പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും ശബ്ദഖണ്ഡമുണ്ട്. നൈയായികരുണ്ട്, മീമാംസകരുണ്ട്, വേദാന്തിക്കുണ്ട്. ഈ ശബ്ദഖണ്ഡ സ്ഥലത്ത് നമ്മൾ
ശക്തിഗ്രഹണം നടന്നെങ്കിൽ മാത്രമേ, ശക്തി ഉദ്ദേശം എന്താണ്? പദവും പദാർത്ഥവും തമ്മിൽ സംബന്ധമാണ് ശക്തി. പദം കേട്ടിട്ട് പദാർത്ഥത്തിന്റെ ബോധം ഉണ്ടാവണം. പദജ്ഞാനം തു കരണം ദ്വാരം തത്ര പദാർത്ഥധീഹി ശബ്ദബോധ ഫലം തത്ര ശക്തിധീ സഹകാരണി. ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ശബ്ദബോധം ഉണ്ടാക്കുന്നത്. അപ്പോൾ പദജ്ഞാനം തു കരണം, പദജ്ഞാനം ഉണ്ടാവും. പിന്നെയോ ദ്വാരം തത്ര പദാർത്ഥധീഹി, പദത്തിൽ നിന്ന് പദാർത്ഥജ്ഞാനം ഉണ്ടാവും. ശബ്ദബോധമാണ് ഫലം. ശക്തി സഹകാരിണി, ശക്തിജ്ഞാനം എന്നുള്ള സഹകാരി കാരണമാണ്. ഈ ശക്തി എന്താണ്? പദവും പദാർത്ഥവും തമ്മിലുള്ള സംബന്ധമാണ് ശക്തി. ഈ ശക്തിയുടെ തിരിച്ചറിവില്ലെങ്കിൽ പദം കേട്ടാൽ പദാർത്ഥബോധം ഉണ്ടാകത്തില്ല. പദത്തിൽ നിന്ന് പദാർത്ഥബോധം ഉണ്ടായിട്ടില്ലെങ്കിൽ പദാർത്ഥങ്ങളുടെ സമന്വയം നടക്കത്തില്ല. പദാർത്ഥങ്ങളെ പിടിച്ച് സമന്വയിക്കണം. പദത്തിൽ നിന്ന് പദാർത്ഥം ബോധം ഉണ്ടാവും. ഇനി ആ പദാർത്ഥങ്ങളുടെ സമന്വയത്തെയാണ് വാക്യാർത്ഥം എന്ന് പറയുന്നത്. ആ പദാർത്ഥങ്ങൾ സമന്വയിച്ചുണ്ടാവുന്ന ബോധത്തെയാണ് വാക്യാർത്ഥ ബോധം എന്ന് പറയാം. ഈ സാമാന്യമായിട്ട് പദാർത്ഥങ്ങൾ അനേകം ഉണ്ടാവുമ്പോൾ, അനേകമില്ലാത്ത സ്ഥലം വേറെ തന്നെ പറയാം. അപ്പോൾ പദത്തിൽ നിന്ന് പദാർത്ഥ ബോധം ഉണ്ടാവണമെങ്കിൽ ശക്തിജ്ഞാനം വേണം. ഇവിടെ ഞാൻ കഥ എന്ന് പറയാം. കഥ ചൊല്ലിട്ടുമാ കുട്ടിക്കഥ. അതായത് ഒരു ബാലൻ, ഒരു മധ്യമവൃദ്ധൻ, ഒരു ഉത്തമവൃദ്ധൻ. ഉത്തമവൃദ്ധൻ മധ്യമവൃദ്ധനോട് പറയാണ് ഘടം ആനയ, ഘടം കൊണ്ടുവാ. പിന്നെ പറയും ഘടം നയ. അപ്പോൾ ഇങ്ങനെ ഈ മധ്യമവൃദ്ധൻ ഉത്തമവൃദ്ധന്റെ വാക്യപ്രയോഗം കേട്ടിട്ട് വ്യവഹരിക്കുന്നത് ആര് കണ്ടു നിൽക്കുകയാണ്? ബാലൻ കണ്ടു നിൽക്കുകയാണ്. കുഞ്ഞ് ഇത് കണ്ടു നിൽക്കുകയാണ്. അവൻ ഘടമേതാണ് പടമേതാണെന്ന് മനസ്സിലാവാൻ പ്രായമായിട്ടില്ല. പക്ഷേ കുട്ടികളെല്ലാവരും പിന്നെ കുറച്ചു കഴിഞ്ഞാൽ സംസാരിക്കുന്നതാണ്. എന്തുകൊണ്ടാ? അവരും അനുമാനം നടത്തുന്നുണ്ട്. അനുമാനം നടത്താൻ തർക്കസങ്കരം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും അനുമാനം നടത്തും. കാക്കയും പൂച്ചയും പട്ടിയും അനുമാനം നടത്തും. നമ്മളോട് മാത്രമാണ് ഏതാ സാധ്യം എന്ന് വെച്ചാൽ പാന്ന് വെച്ചിരിക്കുന്നത്. അതിനെപ്പറ്റി നിരൂപണം നടത്തിയാൽ പ്രശ്നമാണ്. പക്ഷെ അതെല്ലാവരും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഞാനത് മനസ്സിലാക്കിയെന്ന് പറയത്തില്ലേ, ഞാനത് ഊഹിച്ചെടുത്തു. ഇതൊക്കെ അനുമാനക്കണ്ഠമാണ്. എന്നപ്പോൾ ഈ ബാലൻ എന്താ ചെയ്യുന്നത്? ബാലൻ മധ്യമവൃദ്ധനിലെ ശബ്ദജന്യമായിരിക്കുന്ന ബുദ്ധിയെ അനുമാനം നടത്തുകയാണ്. ഉത്തമവൃദ്ധൻ ഘടമാനയ എന്ന് പറഞ്ഞപ്പോൾ മധ്യമവൃദ്ധനിൽ ഒരു ജ്ഞാനമുണ്ടായിട്ടുണ്ട്. ആ ജ്ഞാനത്തിൽ നിന്നാണ് ഇങ്ങേര് വ്യവഹരിച്ചതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഘടമാനയ, ഘടം നയ എന്ന് പലവട്ടം ഘടത്തെ കേൾക്കുന്നതിനാൽ ഈ ബാലൻ അനുമാനം നടത്തുകയാണ് ഘടശബ്ദത്തിന്റെ അർത്ഥം ഈ കാണുന്ന കമ്പുഗ്രീവാദിമാനാകുന്നു. ഈ രീതിയിൽ പദവും പദാർത്ഥവും തമ്മിൽ ഗ്രഹണം നടത്തുന്നുണ്ടാര്? ബാലൻ. അപ്പൊ എന്തൊക്കെ പറ്റിയെന്ന് നോക്കിയോ? ഒന്നിച്ചും എടുത്തതൊക്കെ പ്രത്യക്ഷാദി മൂല വൃദ്ധ വ്യവഹാരേ. പ്രത്യക്ഷാദികളാണ് മൂലമായിട്ടിരിക്കുന്നത്. ആഗമ ഉത്പത്തോ എന്താണ്? ആഗമജ്ഞാനോത്പത്തോ. പ്രത്യക്ഷാദി മൂല വൃദ്ധ വ്യവഹാരേ സംഗതി ഉദ്ദേശിച്ചാണ് ശക്തിയെ. മണിക്കൂർ കഴിഞ്ഞു, ബാക്കി നാളെ തുടങ്ങാം. നാലിവിടെ ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനെ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. എന്നാ ശരി, നമോ നമഃ.